അഞ്ചാമത്തെ DTS എക്സാം കഴിഞ്ഞു. അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ് കൺവേർഷൻ ആണ്. CGS സിസ്റ്റത്തിൽ നിന്നും MKS സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്ന വാല്യൂസ് നോക്കി. 0.5 gram per centimeter cube which is equal to 0.5 into 1 gram എന്ന് പറയുന്നത് 10 raised to minus 3 kilogram. 1 centimeter എന്ന് പറയുന്നത് 10 raised to minus 2 meter. ഇതിൻ്റെ ഹോൾ ക്യൂബ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.5 into 10 raised to 3 kilogram per meter cube which is 500. Option 1. Next question. Which of the following is the smallest unit? ഓരോന്നിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. മില്ലിമീറ്റർ 10 raised to minus 3 meter ആണ്. ആങ്സ്ട്രം 10 raised to minus 10 meter ആണ്. ഫെർമി 10 raised to minus 15 meter ആണ്. മീറ്റർ 1 meter. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഫെർമി which is 10 raised to minus 15 meter. തേർഡ് ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ നമ്പറിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, സെക്കൻഡ് ഓപ്ഷനിലും 5, ആദ്യത്തെ 0 നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. തേർഡ് ഓപ്ഷനിലും ഫസ്റ്റ് 2 zeros കൗണ്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് 3. നാലാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് 0 കൗണ്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത് ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. 2 കോളംസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസും സെക്കൻഡ് കോളത്തിൽ നമുക്ക് കുറച്ച് ആംഗിൾസും ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ഇവരെ മാച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എന്ത് റിലേഷൻഷിപ്പാണ്? ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുള്ള ആംഗിൾ വെച്ചിട്ട് വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിറ്റുവേഷൻ, ബോഡി മൂവിങ് വേർട്ടിക്കലി അപ്പ്. മേളിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി മേളിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും വെലോസിറ്റി upward, velocity മേളിലോട്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി. ദെൻ എ ക്യാൻ ബി മാച്ച് വിത്ത് എസ്. എ എന്തുമായിട്ട് മാച്ച് ചെയ്യാം? എസുമായിട്ട്. 1ഉം 2ഉം ശരിയാണല്ലേ? അതായത് എ മാച്ച് വിത്ത് എസ്. രണ്ടാമത്തെ എന്താണ്? ഫോർ ഫ്രീലി ഫോളിംഗ് ബോഡി ഡ്രോപ്ഡ് ഫ്രം റെസ്റ്റ്. മേളിൽ നിന്ന് താഴോട്ട് ഒരു ബോഡീനെ ഡ്രോപ്പ് ചെയ്യുവാണ്, വെലോസിറ്റി താഴോട്ട്. ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി. ബി ക്യാൻ ബി മാച്ച് വിത്ത് ആർ. ബി ആണ്, ബി ആർ. ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി 2. ഓപ്ഷൻ 2 ആണ് ആൻസർ. പ്രൊജക്ടൈൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ടുവേഴ്സ് ഡൗൺവേർഡ് ആൻഡ് വെലോസിറ്റി ഓരോ പോയിന്റിലെയും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പം ക്യൂ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ അഡീഷൻ നമുക്ക് ചെയ്യണം. വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആഡ് ചെയ്ത് നോക്കാം. a പ്ലസ് ബി 3i ക്യാപ് മൈനസ് 4j ക്യാപ് പ്ലസ് മൈനസ് i ക്യാപ് പ്ലസ് 4j ക്യാപ്. മൈനസ് 4j ക്യാപ്പും 4j ക്യാപ്പും കട്ട് ചെയ്യാം. 3 മൈനസ് 1 2i ക്യാപ്. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബി ഈസ് എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഫസ്റ്റ് വൺ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ് യൂണിഫോം മോഷൻ. മോഷൻ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വിച്ച് മീൻസ് ഗ്രാഫ് എങ്ങനെയായിരിക്കും? ടൈം ആക്സിസിന് പാരലായിരിക്കും. ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സോളിഡ് ആംഗിൾ ഹാസ് യൂണിറ്റ് ബട്ട് ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ്. സോളിഡ് ആംഗിളിന് യൂണിറ്റ് ഉണ്ട്. ഏത് യൂണിറ്റ് ആണ്? സ്റ്റെറിഡിയൻ. ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഓൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആർ യൂണിറ്റ്ലെസ്. അല്ല, എല്ലാ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസും എന്തല്ല? യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ല. അപ്പോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബി എന്താണ്? തെറ്റാണ്. only A is true. Option 3. Next question. Which of the following express the most accurate measurement? Accuracy depends on number of significant figures. Significant figures കൂടുവാണെന്നുണ്ടെങ്കിൽ ആക്യുറസിയും കൂടും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള നമ്പർ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, സെക്കൻഡിൽ 2, തേർഡിൽ 3, ഫോർത്തിലും 3.
അങ്ങനെയാണെങ്കിൽ ആൻസർ ഏത് വരും? ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് ഓപ്ഷൻ 1-ൽ. ദെൻ ആക്യുറസി ഏറ്റവും കൂടുതലും ഓപ്ഷൻ 1-ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എറർ എന്തിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ. സ്പിയറിൻ്റെ സർഫസ് ഏരിയ A is equal to 4πr². അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയയിലുള്ള പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് ΔA/A × 100 is equal to 2 times ΔR/R × 100. ഇത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2%. അങ്ങനെയാണെങ്കിൽ മാക്സിമം എറർ ഇൻ കാൽക്കുലേഷൻ ഓഫ് വോളിയം. വോളിയം ഓഫ് എ സ്പിയർ 4/3πr³. ഓക്കെ, എറർ എഴുതുമ്പം ΔV/V × 100 ഈക്വൽ ടു 3 times ΔR/R × 100. ഇവിടെ നിന്ന് നമുക്ക് ΔR/R × 100 എത്രയാണെന്ന് എഴുതാം. 2നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 1%. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 1% ഈസ് 3%. ഓപ്ഷൻ 4. നെക്സ്റ്റ് വൺ വീണ്ടും എററിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പെർസെൻറ്റേജ് എറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. വോളിയം തന്നിട്ടില്ല, പകരം മാസ് തന്നിട്ടുണ്ട്. കൂടാതെ ക്യൂബിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ഒരു സൈഡിലെ എററും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് A³ ആണ്. ദെൻ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന എറർ Δρ/ρ × 100 ഈക്വൽ ടു ΔM/M × 100 പ്ലസ് 3 times ΔA/A × 100. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 3% പ്ലസ് 3 × 2% which is 9%. ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് വൺ വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷണൽ ഫോർമുല വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ m⁻⁻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 ⁻
ഏത് ഓപ്ഷനുമായിട്ട് ഏത് സെക്കൻഡ് കോളത്തിലെ 6 നമുക്ക് മാച്ച് ചെയ്യാം. സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോർമുല mt⁻³ k⁻⁻4. mt⁻³ L ഇല്ല, L 0 ആണ്, അപ്പോൾ ഇവർ തമ്മിൽ ഡയറക്റ്റ്. ബോൾസ്മാൻ കോൺസ്റ്റന്റ് KB എന്ന് പറയുന്നത് ml²t⁻² k⁻⁻1. ഏത് വരും? B ക്യാൻ ബി മാച്ച് വിത്ത് S. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ A വിത്ത് R, A വിത്ത് R, B വിത്ത് Q. അപ്പോൾ ഓപ്ഷൻ 3 A വിത്ത് R, B വിത്ത് Q, C വിത്ത് S ആൻഡ് D വിത്ത് P. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. 414.4 ഇൻറ്റു 94. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൻസറിൽ എന്താണ് മാറ്റം വരുന്നത്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർക്കാണോ ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി ആൻസറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പറിൽ 4ഉം രണ്ടാമത്തെ നമ്പറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര മതി? 2 മതി. ഇവരെ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38953.6 എന്നാണ്. ഇതിനെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3.89536 ഇൻറ്റു 10⁴. റൗണ്ട് ചെയ്യുമ്പം 3.9 ഇൻറ്റു 10⁴. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് വൺ. വാല്യൂ ഓഫ് 270 ഡിഗ്രി ഇൻ റേഡിയൻ എത്രയാണ്? 3π/2. ഡയറക്റ്റ് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് ഡിറൈവ്ഡ് യൂണിറ്റ്? ഡിറൈവ്ഡ് മാസ്, കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഒക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. വെലോസിറ്റി ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷൻ ഉള്ളത് ആരാണ്? വർക്കിനും ടോർക്കിനും. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു x/ഏരിയ ഇൻറ്റു y. അത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് x ആൻഡ് y നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ച് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് x/ഏരിയ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് y. അപ്പം വൈയുടെ ഡയമെൻഷൻ എന്താ? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mlt⁻². x/aയുടെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആണ് mlt⁻². അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷനോ എയും കൂടി ഇപ്പുറത്തോട്ട് വരും ml³ t⁻². ദെൻ x ഇൻറ്റു y
എത്ര വരും? m² L⁻⁴t⁻⁻⁴. ഓപ്ഷൻ ഏത് വരും? സെക്കൻഡ് ഓപ്ഷൻ, സോറി ഫസ്റ്റ് ഓപ്ഷൻ, m⁻², L⁻⁴t⁻⁻⁴. നെക്സ്റ്റ് ഫിസിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നീറ്റ് ഫ്ലിക്സിൻ്റെ അകത്ത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ എക്സ് ടിക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. കാര്യം എന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. m0, L0, t0. ദെൻ ഡയമെൻഷൻ ഓഫ് ബീറ്റ ml⁻⁻1 t⁻⁻1. അങ്ങനെയാണ് ബീറ്റ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ m0 L⁻⁻2 t⁻⁻2. ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് വൺ വീണ്ടും ഒരു ഗ്രാഫാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പൊസിഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ദെൻ സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ എന്താണ് സ്പീഡ്? സ്ലോപ്പാണ്. ഈ ഗ്രാഫിൽ സ്ലോപ്പ് എന്ത് ചെയ്യുവാണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇഫ് വാട്ടർ ഫോൾസ് ഫ്രം എ ഡാം ഇൻ ടു എ ടർബൈൻ വീൽ, 19.6 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ഡാമിൽ നിന്നും വെള്ളം താഴോട്ട് വീഴുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ വെലോസിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, v √2gh. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജീനെ 9.8 ആയിട്ട് തന്നെ എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് തന്നെ എടുക്കാം. 2 × 9.8 എന്ന് പറയുന്നത് 19.6 ആണ്. 19.6 × 19.6ൻ്റെ റൂട്ട് 19.6 മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് ദി വെലോസിറ്റി. ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് വൺ. പൊസിഷൻ തന്നിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. എപ്പോഴത്തെയാ? അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡിൽ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 6t + 4 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ 6 × 2 + 4, 6 × 2 12 + 4, which is 16 meter per second, which is the velocity. 16 meter per second. Next one. Which of the following set of vectors given below have zero resultant? Okay, zero resultant കിട്ടണം. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ യൂസ് ചെയ്യുവാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവരുടെ സം എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറും അതുപോലെ അവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം തേർഡ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു സൈഡാണ്. ദിസ് ഈസ് വൺ സൈഡ്. ഇത് സെക്കൻഡ് സൈഡാണ്. ഇത് തേർഡ് സൈഡ്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് വെച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് 12, 14, 28 ആണ്. അതിൽ രണ്ട് ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് 12ഉം 14ഉമാണ്. 12ഉം 14ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 + 14 എന്ന് പറയുന്നത് 26 ആണ്. ഓക്കെ, അപ്പം ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം നമ്മുടെ മൂന്നാമത്തെ വാല്യൂ. ഇൻ ബിറ്റ്വീൻ ആണോ? 14 - 12 ചെയ്യുമ്പോഴോ 2 കിട്ടും. അപ്പം 2നും 26നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം നമ്മുടെ മൂന്നാമത്തെ സൈഡ്. 28 2നും 26നും ഇടയിലുള്ളതാണോ? അല്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. 14 + 18. 14 + 18 32 ആണ്. 18 - 14 എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 4നും 32നും ഇടയിലുള്ള നമ്പർ ആണോ 36? അല്ല. അപ്പം അത് ആൻസർ ആണോ? അല്ല. തേർഡ് ഓപ്ഷൻ 11 + 70. 11 + 70 എന്ന് പറയുന്നത് 28 ആണ്. സോറി, 28 ആണോ? 28 ആണ്. ആൻഡ് 17 - 11. 17 - 11 എന്ന് പറയുന്നതോ? 17 - 11 എന്ന് പറയുന്നത് 6 ആണ്. 6നും 28നും ഇടയിലുള്ള ഒരു നമ്പർ ആണോ 22? അതെ, 22 ഇൻ ബിറ്റ്വീൻ ആണ് അല്ലേ? ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഈ ആൻസർ കറക്റ്റാണ്. ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ. വീണ്ടും ഒരു വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെക്ടറിൻ്റെ അവർ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വെച്ചൊന്ന് ഫിഗർ വരച്ച് നോക്കാം. എക്സ് ആക്സിസും വെക്ടർ പിയും തമ്മിൽ, വെക്ടർ പി എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെക്ടർ പി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്ത് വരും? പി കോസ് 30 ഡിഗ്രി. വൈ ആക്സിസിലുള്ള കമ്പോണൻ്റ് എന്ത് വരും? പി സൈൻ 30 ഡിഗ്രി.
അങ്ങനെയാണെങ്കിൽ വെക്ടറിനെ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാം? പി കോസ് 30 ഡിഗ്രി ഐ ക്യാപ് പ്ലസ് പി സൈൻ 30 ഡിഗ്രി ജെ ക്യാപ്. പി എത്രയാണ്? 2. അപ്പം 2 ഇൻറ്റു കോസ് 30 √3/2 ഐ ക്യാപ് പ്ലസ് 2 ഇൻറ്റു സൈൻ 30 1/2 ജെ ക്യാപ് which is equal to √3 I cap plus J cap. Option 2. Okay, our next question. At the top of trajectory of a particle projected obliquely. Projectile motion ആണ്. ഒബ്ലീഗ് ആയിട്ട് നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിയും ആക്സിലറേഷനും എങ്ങനെയായിരിക്കും? നമുക്കറിയാം ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ഈ ഡയറക്ഷനുള്ള വെലോസിറ്റി മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആണ്. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ്. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ perpendicular to each other. Next question, നീറ്റ് ഫ്ലിക്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റിട്ടാർഡേഷൻ തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് -5√v. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 4 m/s ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ റെസ്റ്റിലേക്ക് വരുന്ന ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവരെ ഒരുമിച്ച് എഴുതണം. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 4 തൊട്ട് 0 വരെ. കംസ് ടു റെസ്റ്റ് മീൻസ് വെലോസിറ്റി 0. ടൈമോ 0 തൊട്ട് t വരെ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് t = 4/5 സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടും. ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 12 ന്യൂട്ടൺ ആൻഡ് 6 ന്യൂട്ടൺ. അപ്പം നമുക്കറിയാം ഇവരെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവരെ ആഡ് ചെയ്യുമ്പം 12 + 6 എന്ന് പറയുന്നത് 18 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പം 6 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിലായിരിക്കണം എന്ത്? നമ്മുടെ മൂന്നാമത്തെ വാല്യൂ വരേണ്ടത്. ഇവരുടെ ഇടയിൽ 18-നും 6-നും ഇടയിലുള്ള നമ്പർ ഏതാണ്? 10 ആണ്. ആൻസർ 10 ന്യൂട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. മഴ പെയ്യുവാണ്. മഴ പെയ്യുന്ന എങ്ങോട്ടാ? താഴോട്ട്. വിത്ത് സ്പീഡ് 6 m/s. ഈ മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പേഴ്സൺ റൈഡ്സ് എ ബൈസൈക്കിൾ റൈഡ് ചെയ്യുവാണ് വിത്ത് എ സ്പീഡ് 8 m/s. വിത്ത് എ സ്പീഡ് 8 m/s. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ കൊട പിടിക്കണം? ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നതിനെ വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, വെലോസിറ്റി ഓഫ് റെയിൻ ഈ വെക്റ്റർ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ വെക്റ്ററിൻ്റെ നെഗറ്റീവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പം വെലോസിറ്റി ഓഫ് മാൻ റൈറ്റ് സൈഡിലേക്കാണ്, അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് 8 m/s. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 6 m/s അതുപോലെ 8 m/s റെയിനിൻ്റെ വെലോസിറ്റിയും മാനിൻ്റെ വെലോസിറ്റിയും തമ്മിലുള്ള റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? ബൈ ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നമുക്ക് റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിൽ കിട്ടും. എത്രയായിരിക്കും റിസൾട്ടൻ്റ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 6:8:10 ട്രയാങ്കിൾ ആണ് അല്ലേ? 6:8:10, അതായത് 3:4:5. ഈ ട്രയാങ്കിളിൽ 3യുടെ ഓപ്പോസിറ്റ് സൈഡ് 37 ഡിഗ്രി, 4ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 53 ഡിഗ്രി, 5ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 90 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആംഗിൾ എങ്ങനെ മാർക്ക് ചെയ്യാം? 6ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 37 ഡിഗ്രി, 8ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 53 ഡിഗ്രി, 10ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 90 ഡിഗ്രി. ഓക്കെ, എങ്കിൽ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ ഹൊറിസോണ്ടലിൽ നിന്നും 37 ഡിഗ്രി മാറി, അല്ലെങ്കിൽ വെർട്ടിക്കലിൽ നിന്നും 53 ഡിഗ്രി മാറി. ഏത് ഓപ്ഷനാണ് ഉള്ളത്? 37 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ബോഡി ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുവാണ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മോഷൻ ഈസ് യൂണിഫോം സർക്കുലാർ മോഷൻ.
യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാരണം ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, പക്ഷേ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഇറ്റ് ഹാസ് ആക്സിലറേഷൻ ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ആക്സിലറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമുക്ക് ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റിയിൽ തന്നിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഓഫ് ട്രജക്ടറി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എക്സും അറിയണം, വൈയും അറിയണം. എക്സ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും അറിയണം, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും അറിയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് UX × T ആണ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യാം. UY × T മൈനസ് ഹാഫ് GT². ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അവർ തന്നിരിക്കുന്നത് എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2i cap പ്ലസ് 4j cap. അങ്ങനെയാണെങ്കിൽ UX എന്ന് പറയുന്നത് 2ഉം UY എന്ന് പറയുന്നത് 4ഉമാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2t അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു x/2. ഓക്കെ, ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. UY എന്ന് പറയുന്നത് 4 ആണ്, t എന്ന് പറയുന്നത് x/2 ആണ്, മൈനസ് ഹാഫ് ഇൻറ്റു g എത്രയാണെന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്? 10 × t². x/2ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 2x മൈനസ് 5x²/4. ഓപ്ഷൻ ഏത് വരും? ഫസ്റ്റ് ഓപ്ഷൻ. y ഈസ് ഈക്വൽ ടു 2x മൈനസ് 5x²/4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സർക്കുലാർ മോഷനാണ്. സർക്കുലാർ മോഷനിൽ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, കൂടാതെ സ്പീഡും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ആംഗുലാർ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആംഗുലാർ സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? v ഈസ് ഈക്വൽ ടു r ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു v/r. v എത്രയാണ്? 12. r എത്രയാണ്? 0.75. 0.75നെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പം 12 × 4/3 കട്ട് ചെയ്ത് കഴിയുമ്പം 4 × 4 വിച്ച് ഈസ് 16 rad/second. ഓപ്ഷൻ ഏത് വരും? തേർഡ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0. അറ്റൈൻസ് എ വെലോസിറ്റി v 72 km/h in 20 seconds. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പം u അറിയാം, v അറിയാം, a അറിയാം. a കണ്ടുപിടിക്കണം, t അറിയാം. അങ്ങനെയാണ് ഇവർ 4 പേരൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു u പ്ലസ് at. v എത്രയാണ്? 72. km/h മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കുമ്പം 5/18 ഈക്വൽ ടു 0 പ്ലസ് a × t എത്രയാണ്? 20. എത്ര കിട്ടും? 4. 20 ഈസ് ഈക്വൽ ടു 20a, then a ഈസ് ഈക്വൽ ടു 1 m/s². ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയമെൻഷണൽ ഫോർമുലയുടെ ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടോർക്ക്. ടോർക്ക് mL²t⁻². അപ്പം a 2 അല്ല, അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് ഫോഴ്സ് mL(t⁻²). m 1 ആണ്. ഓക്കെ, b 2 അല്ല, b 1 ആണ്, അപ്പോൾ അതും തെറ്റാണ്. സ്ട്രെയിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല, വിച്ച് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. പക്ഷേ സിക്ക് ഇവിടെ ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് തെറ്റാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. mL(−1) t⁻². a 1 ആണ്, b -1 ആണ്, c -2 ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്? 0.02048 രണ്ട് സിഗ്നിഫിക്കൻറ്റ് സീറോസ് അല്ലേ? രണ്ട് സിഗ്നിഫിക്കൻറ്റ് സീറോസ് അല്ലേ? അതെ. ഏതൊക്കെയാണ്? ഇതും ഇതും. ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 0.475നെ രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ടാക്കുമ്പം 0.48 കിട്ടുന്നു. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? രണ്ടും ശരിയാണ്, അതുകൊണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. നൈദർ എ നോർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വീണ്ടും ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സിനെയും വെലോസിറ്റിനെയും ടൈമിനെയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുത്ത് യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയയാണ്. ഓക്കെ, അതിൽ ഫോഴ്സ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇനി നമുക്ക് വെലോസിറ്റിയുടെയും ടൈമിൻ്റെയും ടേംസിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏരിയയുടെ ഡയമെൻഷൻ എഴുതി. ഏരിയയുടെ ഡയമെൻഷൻ L², വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t⁻⁻1), ടൈമിൻ്റെ ഡയമെൻഷൻ t. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് L ആണ്, വെലോസിറ്റി ഇൻറ്റു ടൈമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് L² ആണ്. അപ്പം നമുക്ക് കിട്ടി ഏരിയയുടെ ഡയമെൻഷൻ L²ഉം വെലോസിറ്റി ഇൻറ്റു ടൈമിൻ്റെ സ്ക്വയറും L². അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫോഴ്സ് ബൈ വെലോസിറ്റി സ്ക്വയർ t², അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി (2) t⁻⁻2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ നീറ്റ്ഫ്ലിക്സിൽ ചെയ്തതാണ്. ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. എങ്ങനെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ d ആയിട്ട് എടുത്തു. ആദ്യത്തെ d/3 ഡിസ്റ്റൻസ് v1 സ്പീഡിലും ബാക്കി 2d/3 അല്ലെങ്കിൽ 2/3 ഡിസ്റ്റൻസ് v2 സ്പീഡിലുമാണ് കവർ ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് d, ടൈമോ t1 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദെൻ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദെൻ ഫസ്റ്റ് സ്പീഡ് ഡിസ്റ്റൻസ് d/3 ആണ്, സ്പീഡ് എന്ന് പറയുന്നത് v1. സെക്കൻഡ് സ്പീഡ് 2d/3 ആണ്, സ്പീഡ് v2. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ 3 കിട്ടും. അതായത് 3v1 v2 ബൈ 2v1 പ്ലസ് v2. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫാണ്. എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ആണ് അല്ലേ? ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതാണ്, നമ്മൾ ഈ ട്രയാങ്കിളാണ് ആദ്യം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 10, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 20, ഇതിൻ്റെ ഏരിയ 20, 5, 5. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. സൈൻ കൺവെൻഷൻ ഇല്ലാതെ നമ്മൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. വിത്ത് പ്രോപ്പർ സൈൻ കൺവെൻഷൻ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30, 50, 55, 60. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60. ഓക്കെ, നെക്സ്റ്റ് വൺ. പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 25 cm അറ്റ് 2 revolutions per second. ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് r/ω². ഓക്കെ, ഒമേഗ തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ തന്നിരിക്കുന്നത്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാ? 2 revolutions per second. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πf ആണ്. ഓക്കെ, അപ്പം 2π × 2 വിച്ച് ഈസ് 4π. ആക്സിലറേഷനെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 25 × 10⁻⁻² × 4π². 4π ഹോൾ സ്ക്വയർ. ആൻസർ എത്ര കിട്ടും? 4π² എന്ന് കിട്ടും. ഓപ്ഷൻ 3. ഓക്കെ, വീണ്ടും നമ്മൾ നീറ്റ്ഫ്ലിക്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൊജക്ടൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ദ ഹൈറ്റ് വരുന്ന ടൈമുകൾ തന്നിട്ടുണ്ട്. ഹാഫ് ദ ഹൈറ്റ് വരുന്ന ടൈമുകളൊക്കെ എത്ര തന്നിരിക്കുന്നത്? ഇതിൽ ഈ ഡിസ്റ്റൻസ് h/2, ഈ ഡിസ്റ്റൻസ് h/2. ഇവിടെ ഞാൻ 0 എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പം 10 സെക്കൻഡ് ആവും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ സിമട്രിക് ആണല്ലേ? സിമട്രിക് ആണെന്നുണ്ടെങ്കിൽ ഈ മാക്സിമം ഹൈറ്റ് വരെ എത്താൻ, ഇവിടുന്ന് മാക്സിമം ഹൈറ്റ് വരെ എത്താൻ എത്ര ടൈമാണോ എടുത്തത് അത് തന്നെയാണ് മാക്സിമത്തിൽ നിന്നും h/2 ആകാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിനെ എനിക്ക് 5 സെക്കൻഡ് എന്നും 5 സെക്കൻഡ് എന്നും സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമുക്കറിയാം ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുത്ത് ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് ഇക്വേഷൻ? s = ut + ½at². s എത്രയാണ്? h/2 -h/2. u ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 0 - ½ gt².
2 2 കട്ട് ചെയ്ത് കളയാം, മൈനസും മൈനസും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ H is equal to GT². G 10 ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. T എന്ന് പറയുന്നത് 5. അപ്പോൾ എത്ര കിട്ടും? 250 മീറ്റർ. ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസിനെയൊക്കെ ആദ്യം മാച്ച് ചെയ്യാം. നമുക്ക് ഏറ്റവും പരിചയമുള്ളത് ഫെർമിയും ആങ്സ്ട്രോമാണ് അല്ലേ? ഫെർമി എന്ന് പറയുന്നത് 10⁻⁻⁻⁻. അപ്പം സി മാച്ച് വിത്ത് പി, സി മാച്ച് വിത്ത് പി ആദ്യത്തെ 2 ഓപ്ഷൻ. ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 ആണ്. അപ്പം ഡി മാച്ച് വിത്ത് ക്യൂ, ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് വിത്ത് സ്പീഡ് 27 മീറ്റർ പെർ സെക്കൻഡ്. ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3rd സെക്കൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് സെക്കൻഡിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല SN is equal to U plus A/2 into 2n-1. അപ്പം S3 is equal to 27 plus A എത്രയാണെന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്? 10. 10/2 into 2n-1. ഇനി നോക്കിക്കേ, ബോഡി മേളിലോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ എന്തെടുക്കണം? -10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 27 - 25 വിച്ച് ഈസ് 2 മീറ്റർ. ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിം വെലോസിറ്റിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത? കോംപ്ലിമെൻ്ററി ആംഗിൾസിലാണ് രണ്ടുപേരെയും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. 45 - തീറ്റയും 45 + തീറ്റയും. അപ്പം സെയിം ഇനിഷ്യൽ വെലോസിറ്റിയിൽ കോംപ്ലിമെൻ്ററി ആംഗിൾസിലാണ് 2 പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരുടെയും റേഞ്ച് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1:1. ഓക്കെ, നെക്സ്റ്റ് വൺ സർക്കുലാർ മോഷൻ ആണ്. പ്ലെയിൻ ഈസ് റിവോൾവിംഗ് അറൗണ്ട് എർത്ത് വിത്ത് സ്പീഡ് തന്നിട്ടുണ്ട് 100 km/h അറ്റ് എ ഹൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇറ്റ് ട്രാവൽസ് ഹാഫ് ദി സർക്കിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 2 sin θ/2 അല്ലെങ്കിൽ 2v sin θ/2 ആണെന്നറിയാം. ഇവിടെ തീറ്റ എത്രയാ? ഹാഫ് ദി സർക്കിൾ കവർ ചെയ്യുമ്പം ആംഗിള് 180. അപ്പം 2v sin 180/2. sin 180/2 എന്ന് പറയുമ്പോഴത്തേക്കും 90. sin 90 1. അപ്പോൾ എത്ര കിട്ടും? 2v എന്ന് പറഞ്ഞു കിട്ടും. v എത്രയാ? 100. അപ്പോൾ ആൻസർ എത്ര വരും? 200 km/h. ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം റേഞ്ചിൽ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംഗിൾ എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എത്ര വരും? U²/g. മാക്സിമം ഹൈറ്റിൽ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ ഉള്ള ഹൈറ്റ് U²/2g. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. R maximum is equal to 2 times H maximum. ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്വിമ്മർ ഒരു റിവറിൽ സ്വിം ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിവറിൻ്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്ന 1.2 കിലോമീറ്റർ ആണ്. അപ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, അപ്പോൾ സ്വിമ്മർ സ്വിം ചെയ്യാൻ പോവാണ്. എങ്ങനെ സ്വിം ചെയ്യണം? ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തുന്ന രീതിക്ക് സ്വിം ചെയ്യണം. ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തണമെന്നുണ്ടെങ്കിൽ നേരെ സ്വിം ചെയ്യണം. സ്വിം ചെയ്യുന്ന വെലോസിറ്റി 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം ഈസ് ഓൾവേസ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എത്രയാണ് കവർ ചെയ്യുന്നത്? 1.2 കിലോമീറ്റർ. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 10⁻³ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ആരുടെ വെലോസിറ്റി? സ്വിമ്മറിൻ്റെ വെലോസിറ്റി. അതെത്രയാ? 2.5. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 480 സെക്കൻഡ് എന്ന് കിട്ടും. സെക്കൻഡിലല്ല, നമ്മുടെ ഓപ്ഷൻ മിനിറ്റിലാണ്. അപ്പം 480 ഡിവൈഡഡ് ബൈ 60 വിച്ച് ഈസ് 8 മിനിറ്റ്. ആൻസർ ഏത് വരും? ഓപ്ഷൻ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കെമിസ്ട്രിയുടെ ഡിസ്കഷൻ. ഹായ് ഡിയേഴ്സ്, DTS 5 കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ക്വസ്റ്റ്യൻ നമ്പർ 46 മൊളാരിറ്റി കണ്ടുപിടിക്കാനൊരു ചോദ്യമാണ്. അക്വസ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നാണ്. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ.
Number of moles is already given in question as that is 0.2 divided by volume 500 ml ആണ്, ലിറ്ററിലാക്കാൻ വേണ്ടി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇറ്റ് വിൽ ബി 2 എന്ന് വരും, ശരിയല്ലേ? 0.4 മോളാർ എന്ന് വരും. എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ആൻസർ ഓപ്ഷൻ 2 ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം? ഓക്സിജൻ ആറ്റം ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കെന്നാണ്? ഓരോന്നിലെയും ഓക്സിജൻ ആറ്റങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 8 ഗ്രാം ഓക്സിജൻ, ശരിയല്ലേ? 32 ഗ്രാം ആണ് ഓക്സിജന്റെ മോളിക്കുലാർ മാസ്. 32 ഗ്രാമിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. അതേ ഇൻറ്റു അറ്റോമിസിറ്റി 2 ചെയ്യുമ്പോഴേക്കും ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം കിട്ടി. അപ്പോൾ 8 ഗ്രാം ആണെന്നുണ്ടെങ്കിലോ Na ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എത്ര വരും? 4 കൂടെ ചെയ്യുമ്പോഴേക്കും Na/2 എന്ന് വരും. സോ Na ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇവിടെയാണെങ്കിൽ 64 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 64 സൾഫർ ഡൈ ഓക്സൈഡിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്. അതിനകത്ത് ഇൻറ്റു 2 ഓക്സിജൻ ആറ്റം വരും. 6.4 എന്ന് പറയുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 10 ഉണ്ട്. സോ Na ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ 1 മോളാണ്. 1 മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതേ ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ ആറ്റത്തിലേക്ക് വരും. അപ്പം Na ഇൻറ്റു 2. ഇവിടെയാണെങ്കിലോ Na ഇൻറ്റു 3 വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആറ്റം എന്ന് വരുന്നത് എവിടെയായിട്ടായിരിക്കും? 48 ഗ്രാം ഓസോണിനാണ്. 48 ഗ്രാം ഓസോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ 1 മോളാണ്, വിച്ച് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിനെ ആറ്റമാക്കി മാറ്റണമെങ്കിൽ അറ്റോമിസിറ്റി ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ Na ഇൻറ്റു 3 ആറ്റംസ് ഉണ്ട്, ശരിയല്ലേ? അടുത്ത ചോദ്യം, മാച്ച് ദി കോളം ഇൻ എലമെന്റ് 1 മാച്ച് കോളം 1 വിത്ത് കോളം 2. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അവസാനം വരുന്നത് 4s2ലാണ്. അപ്പോൾ 4s2 എന്ന് പറയുമ്പോൾ n വാല്യൂ 4 ആണ്, l വാല്യൂ 0 ആണ്. അപ്പം n 4ഉം l 0യും വരുന്ന കോമ്പിനേഷൻ ഏത് തന്നെയാണ്? ഫ്ലൂറിൻ ആണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺസ് വരുന്നത് 2p5ലാണ്. അപ്പം p5 എന്ന് പറഞ്ഞാൽ n വാല്യൂ 2 l വാല്യൂ 1 വരും. n 2ഉം l 1ഉം വിച്ച് മീൻസ് 5. A1 B5, A1ഉം B5ഉം വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് വിൽ ബി ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആൻസർ ആയിട്ട് വരും. 49 മാസ് തന്നിട്ടുണ്ട് 0.5 ഗ്രാം. വെലോസിറ്റി ഈസ് ഓൾസോ പ്രൊവൈഡഡ് 200 മീറ്റർ പെർ സെക്കൻഡ്. എച്ചിൻ്റെ വാല്യൂ 6.625 ഇൻറ്റു 10⁻⁻34 ആണ് എങ്കിൽ ലാംഡ കണ്ടുപിടിക്കുക. ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ആണ്, h divided by mv. When you are substituting all this, you will get 6.625 into 10⁻⁻33 meter എന്ന് ആൻസർ വരും. ലാംഡ h by mv ആണ്. എച്ചിൻ്റെ വാല്യൂ എമ്മിൻ്റെ വാല്യൂ ഗ്രാമിലാണ്, കിലോഗ്രാമിലാക്കുക. വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 6.626 into 10⁻⁻34. അടുത്തത്, select the orbital of hydrogen atom which has highest energy among the following. n plus l വാല്യൂ കൂടുതലുള്ളത് നോക്കിയാൽ മതി. 2s ആണെങ്കിൽ n plus l വാല്യൂ 2 ആണ്. 3s ആണെങ്കിൽ n plus l വാല്യൂ 3 ആണ്. 3d ആകുമ്പോഴേക്കും 2ഉം 3 plus 2 അപ്പോൾ 5 വരും. 4p ആണെങ്കിലോ 4 plus 1 5 വരും. അപ്പോൾ n plus l വാല്യൂ സെയിം ആണ് എങ്കിൽ n വാല്യൂ കൂടുതലുള്ളത് ആർക്കോ അവർക്കായിരിക്കും കൂടുതൽ എനർജി വരേണ്ടത്. അപ്പോൾ ഹയസ്റ്റ് എനർജി വരേണ്ടത് 4p-ക്കാണ്. അപ്പോൾ 4p ആൻസർ ഓപ്ഷൻ 4. n plus l വാല്യൂ സെയിം വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ n plus l വാല്യൂ ഉള്ളത് നോക്കണം. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ എ സബ്ഷെൽ ഫോർ വിച്ച് n plus l 4 ആണ്. അപ്പോൾ n plus l വാല്യൂ 4 കിട്ടണമെങ്കിൽ n വാല്യൂ ഏതൊക്കെ വരാം? കൃത്യം 4 ആയിരിക്കണം. 3 1 വരാം. 3ഉം 1ഉം ചേർക്കുമ്പോൾ n plus l വാല്യൂ കൃത്യം 4 കിട്ടും. അല്ല എങ്കിലോ 4 0 കോമ്പിനേഷൻ എടുക്കാം, അവിടെയും n plus l വാല്യൂ 4 വരും. വേറൊരു കോമ്പിനേഷനിലും n plus l വാല്യൂ 4 വരുന്നില്ല. അപ്പം 3ഉം 1ഉം വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ 3p ഓർബിറ്റൽ. 4 0 ആണെങ്കിൽ അത് 4s ഓർബിറ്റലാണ്. ഇനി എത്ര ഇലക്ട്രോൺസ് വരാം? 4pയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, 3pയിൽ 6 ഇലക്ട്രോൺസും
ഫോറസ്റ്റിൽ 2 ഇലക്ട്രോൺസും വരാം. അപ്പോൾ ഓൾ ടുഗെദർ എത്ര ഇലക്ട്രോൺസ് വരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അവിടെ 8 ഇലക്ട്രോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇലക്ട്രോൺ ഡെൻസിറ്റി ആക്സിസിൽ ഉള്ള ഓർബിറ്റൽസുകൾ ഏതൊക്കെയാണ്? PX, PY, PZ. അതിൽ നമ്പർ ആക്സിസിൽ തന്നെയാണുള്ളത്. ഇനി ഡി ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ x² y² z² ആണ് ആക്സിസിൽ തന്നെ ലോബ്സുകൾ ഉള്ളത്. അപ്പോൾ ആക്സിസിൽ തന്നെ ലോബ്സുകൾ ഉള്ളത് ഈ കൂട്ടത്തിൽ PX, dx² y² ആണ്. 53ാമത്തെ ചോദ്യം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഹാവിംഗ് ഹയസ്റ്റ് ഫ്രീക്വൻസി അമംഗ് ദി ഫോളോയിങ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ എക്സ്റേ, അങ്ങനെ പോകും. അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേ എന്ന് പോകും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ആർക്കായിരിക്കും? ഗാമ റേസിനായിരിക്കും. ആ ഓർഡർ അറിഞ്ഞിരിക്കണം. വേപ്പർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് തന്നിട്ടുണ്ട്. വേപ്പർ ഡെൻസിറ്റിയുടെ ഇരട്ടിയാണല്ലോ മോളിക്കുലാർ മാസ്. വേപ്പർ ഡെൻസിറ്റി 14 ആണ് എങ്കിൽ വാട്ട് വിൽ ബി ദ മോളിക്കുലാർ മാസ്? 28 ആണ്. അപ്പോൾ മോളിക്കുലാർ മാസ് 28 ഉള്ളത് ഇതിൽ ആർക്കായിരിക്കും? C2H4 കാർബണിന്റെ 2 എണ്ണത്തിന്റെ 24, ഹൈഡ്രജന്റെ 4 കൂടെ ചേർക്കുമ്പോൾ എത്രയായിട്ട് മാറും? 28. അപ്പോൾ 28 വരുന്ന ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ്. 55 നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ 0.2 ഗ്രാം ആറ്റം എന്നാണ്. അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഗ്രാം ആറ്റം എന്നാണ്, സോറി ഗ്രാം അയോൺ. ഗ്രാം അയോൺ ഓഫ് P3- അയോൺ. ഗ്രാം അയോൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നത്തിങ് ബട്ട് മോൾ എന്നാണ് അർത്ഥം. അപ്പോൾ 0.2 മോളിലാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്. ഇപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽസ് ടു നമ്പർ ഓഫ് മോൾസ് എത്രയാണോ, അപ്പം തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് 0.2 ആണ്. 0.2 ഗ്രാം അയോൺ എന്ന് പറഞ്ഞാൽ 0.2 മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഒരു P3- അയോണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഫോസ്ഫറസിന്റെ കയ്യിൽ 15 ഇലക്ട്രോൺ ഉണ്ട്. അറ്റോമിക് നമ്പർ 15. 3- എന്ന് പറയുമ്പം P3- ഫോസ്ഫറസിന്റെ 15ഉം സിൻസ് ഇറ്റ് ഗെയിൻസ് 3 more ഇലക്ട്രോൺസ് അപ്പോൾ 18 വരും. ശരിയല്ലേ? ഇൻറ്റു 18 ചെയ്താൽ മതി. 18 ഇൻറ്റു 0.2 ഇറ്റ് വിൽ ബി 3.6 Na എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു അയോണിനുള്ള ഇലക്ട്രോണിന്റെ എണ്ണം. ആൻസർ ഓപ്ഷൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്? അപ്പോൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. 2 ഗ്രാം ഹൈഡ്രജനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തിനായിരിക്കും? മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആയിരിക്കും? അര മോൾ ആയിരിക്കും. 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 64 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 64 ഡിവൈഡഡ് ബൈ 32 2 മോളാണ്. 36 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ 36 ഡിവൈഡഡ് ബൈ കാർബണിന്റെ 12, സോ 1.5 എന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ആർക്കോ അവർക്കായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടുതലും. ആൻസർ ഓപ്ഷൻ 2 ആണ്. 64 ഡിവൈഡഡ് ബൈ 32 2 മോൾസ് എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കൂടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. 57 ഇത് എംപിരിക്കൽ ഫോമുല കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. കാർബണിന്റെ പെർസെൻറ്റേജ് 40, ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് 6.67, അപ്പോൾ ഓക്സിജന്റെ പെർസെൻറ്റേജ് ബാക്കി വരുന്ന 53.33. അറ്റോമിക് വെയിറ്റ് 12, 1, 16. പെർസെൻറ്റേജിനെ അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40 ഡിവൈഡഡ് 12 3.33 എന്ന് കിട്ടും. 6.67 അഗൈൻ 3.33. സിമ്പിൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1, 2, 1 എന്ന് വരും. അതായത് കാർബൺ ഒരെണ്ണം, ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ ഒരെണ്ണം. അതായത് H2CO എന്ന് പറയുന്ന ഓപ്ഷൻ 2 കിട്ടും. എംപിരിക്കൽ ഫോമുല കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 58 നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 4.2 ഗ്രാം ഓഫ് അമോണിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4.2 ഗ്രാം അമോണിയയിലെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാണ്. 4.2 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 4.2 ഗ്രാം 4.25 ഗ്രാം അമോണിയം ഈക്വൽസ് ടു 1/4 മോൾ ആണ്. ശരിയല്ലേ? ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ഉണ്ട്. ശരിയാണ്. അപ്പോൾ 1/4 ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി 4 ഡിവൈഡ് ചെയ്തു. എത്ര തന്നെ കിട്ടും? 6. ആൻസർ ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 ആണ് ആൻസർ. 6 ഇൻറ്റു 10⁻23 എന്ന് വരും.
റേഡിയൽ നോഡ് കണ്ടുപിടിക്കുക. എന്നിന്റെ വാല്യൂ 3, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ റേഡിയൽ നോഡ് n മൈനസ് എൽ മൈനസ് 1 ആണ്. സോ 3 മൈനസ് 1 മൈനസ് 1 ഇറ്റ് വിൽ ബി 1 എന്ന് വരും. ഓപ്ഷൻ ആൻസർ 2. ക്വസ്റ്റ്യൻ നമ്പർ 39. ഫോർ എ മൾട്ടി ഇലക്ട്രോൺ വിച്ച് among the following orbital has maximum energy? ഇത് n+l റൂള് നോക്കിയാൽ മതി. n+l റൂള് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ n+l 5f നാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. 61. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ പാഷൻ സീരീസ് ഏത് സ്പെക്ട്രൽ റേഞ്ചിലാണ് കാണപ്പെടുന്നത്? പാഷൻ സീരീസ് ആണെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത്. മാസ് ഓഫ് 3.1 ട്രയാറ്റോമിക് ഗ്യാസ് 80 ഗ്രാം തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് കണ്ടെത്തുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം 3.01 ഇൻറ്റു 10⁻24 ആറ്റംസ് അതിൻ്റെ വെയിറ്റ് 80 ഗ്രാം ആണ് എങ്കിൽ 6.02 ഇൻറ്റു 10⁻23 ആറ്റംസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി എക്സ്, അവഗാഡ്രോ നമ്പർ. അത് എത്രയായിരിക്കും? 80 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 3.01 ഇൻറ്റു 10⁻24. ട്രയാറ്റോമിക് ആയതുകൊണ്ട് അറ്റോമിസിറ്റി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയി 2. 80 ഇൻറ്റു 2 160, 160 ഇൻറ്റു 3 ശരിയല്ലേ? കറക്റ്റായിട്ട് ആൻസർ വരും. എത്ര കിട്ടും ആൻസർ? ഓപ്ഷൻ ആർ. 80 ഇൻറ്റു 2 160 48 ഗ്രാം എന്ന് വരും. ആൻസർ ഓപ്ഷൻ 4 ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4. അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് 24 ഗ്രാം ഓഫ് കാർബൺ ഈസ് മിക്സ്ഡ് വിത്ത്. ഇപ്പം കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം 24 ഗ്രാം കാർബൺ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബണിൻ്റെ വെയിറ്റ് 12 അല്ലേ? 12 ഗ്രാം കാർബൺ റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം കാർബൺ റിയാക്ട് ചെയ്യണമെങ്കിൽ 64 ഗ്രാം ഓക്സിജൻ മതി. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുമ്പോഴേക്കും എത്ര ഗ്രാം കിട്ടും? 88 ഗ്രാം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഇത് ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്, ഇത് എക്സസ് റിയേജൻറ്റും ആണ്. ആൻസർ ഓപ്ഷൻ 1 ആണ് വരേണ്ടത്. ഇറ്റ് വിൽ ബി 88. ആൻസർ ഓപ്ഷൻ 1. 64. പി ഇലക്ട്രോൺസിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇക്വേഷൻ എന്തായിരുന്നു? h/2π √L ഇൻറ്റു L+1. എല്ലിൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് h/√2π എന്ന്. ഓപ്ഷൻ 3 വരും. തെറ്റായിട്ടുള്ള ക്വാണ്ടം നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിൻ്റെ വാല്യൂ 3 വന്നാൽ എല്ലിന് ഒരിക്കലും 3 വരാൻ പാടില്ല. സോ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഇൻ തേർഡ് എനർജി ലെവൽ ഓഫ് ആറ്റം. അറ്റോമിക് ഓർബിറ്റലിൻ്റെ എണ്ണം n² ആണ്. n ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്കിൽ n² അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ ബി 3². ഓപ്ഷൻ 2 ആണ് ആൻസർ വരേണ്ടത്. 9 എന്ന് വരും. 67ാമത്തെ ചോദ്യം. എഫ് മൈനസിനകത്തെ പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണ്. എഫ് മൈനസ് ആണ്. ഇപ്പോൾ ഫ്ലൂറിൻ്റെ അകത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര തന്നെയാണ്? 9 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാ? 9 ഉണ്ടായിരുന്നു. മൈനസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കിട്ടി 10 ആയി. ന്യൂട്രോണിൻ്റെ എണ്ണം 19 മൈനസ് 9 അതും 10. 9 10 10. ഓപ്ഷൻ 1. 68. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് സബ്ഷെല്ലിനകത്ത് 2l+1 ആണ് വരേണ്ടത്. 2l+1. 68ൻ്റെ ആൻസർ ഓപ്ഷൻ 2. 69. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 0.1 മോൾ ഓഫ് എ ട്രയാറ്റോമിക് ഗ്യാസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0.1 ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23 ഇൻറ്റു ട്രയാറ്റോമിക് ആയതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 3 18. 1.8 ഇൻറ്റു 10⁻23 എന്ന് പറഞ്ഞ ഓപ്ഷൻ 4 വരും. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ആൻ ഓർബിറ്റൽ ഫോർ വിച്ച് n3 ആണ്. n3 L1. L1 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഏതാ? 3p വരേണ്ടതാ. അപ്പോൾ 3p ഓർബിറ്റൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് -1, ഒന്ന് 0, ഒന്ന് +1. അപ്പോൾ +1 ആകുന്ന എത്ര ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഉള്ളതുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 എണ്ണമാണ്. വോളിയം ഓഫ് ഓക്സിജൻ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. 1 മോള് അല്ലെങ്കിൽ ഗേലുസാക്കിന്റെ ലോ അനുസരിച്ച് 1 വോളിയം ഈഥേൻ കമ്പഷൻ നടത്തണമെങ്കിൽ 7/2 വോളിയം ഓക്സിജൻ വേണം. അപ്പോൾ ചോദ്യം അത് തന്നെയല്ലേ? അപ്പോൾ 1 ലിറ്ററിനാണെങ്കിൽ 7/2 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ 7/2 ലിറ്റർ. 7/2 എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാ? 3.5 ലിറ്റർ ആണ്. അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ 1 ലിറ്ററിന് 7.2 ലിറ്റർ വേണം. സോ 1 ലിറ്റർ വിച്ച് മീൻസ് 3.5 ലിറ്റർ.
കറക്റ്റ് ഓർഡർ ഓഫ് എനർജി ഇതും n+l വെച്ചിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ 4 ആണ്. 5D, 4F, 5P, 5S. വാല്യൂ n+l കൂട്ടി നോക്കുക, കൂടുതൽ വരുന്നത്. കണ്ടന്റ് നമ്പറിന്റെ ചോദ്യമാണ്. ഇതിൽ ഒരിക്കലും കിട്ടാത്ത സെറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. L 1 വന്നാൽ ഒരിക്കലും m -2 വാല്യൂ വരില്ല, തെറ്റാണത്. 1 ആണെങ്കിൽ -1, 0, +1 വരത്തുള്ളൂ. ഇനിയോ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂം ഒരിക്കലും സെയിം വരത്തില്ല. അതായത് ബിയും ഡിയും ഇതിലെ തെറ്റായിട്ടുള്ള കോമ്പിനേഷനാണ്. വാട്ടർ H2O, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, സെയിം എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒന്നിന്റെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും, അടുത്തതിന്റെ മാസുകൾ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ്. ആ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. 75 മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റഡ് ഇൻ എൻ ഓർബിറ്റൽ n4 L2. അപ്പോൾ അതായത് 4d ഓർബിറ്റൽ ആണ്. ഡി ഓർബിറ്റൽ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉള്ളതിനാൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് വരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 10 ഇലക്ട്രോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ കോൾഡ് ഇലക്ട്രോൺസ്. ശരിയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേ ഡിപ്പെൻഡ്സ് അല്ല, ഇൻഡിപെൻഡന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is correct, സ്റ്റേറ്റ്മെന്റ് 2 is incorrect, ഓപ്ഷൻ 3 is the correct answer. According to Heisenberg principle, it is impossible to determine position and momentum. Correct ആണ്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ, മാക്രോസ്കോപ്പിക്കിന് ഇത് ഉപയോഗിക്കാറില്ല. മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. സോ ആൻസർ വിൽ ബി അസർഷൻ കറക്റ്റ് ആണ്, റീസൺ ഈസ് നോട്ട് കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എന്ന് കണ്ടുപിടിക്കാൻ n-1 ആണ്. റേഡിയൽ നോഡ് ആണെങ്കിൽ n-l-1 ആണ്. ഇവിടുത്തെ എന്നിന്റെ വാല്യൂ 5, എല്ലിന്റെ വാല്യൂ 1 ആണ്. പി ഓർബിറ്റൽ അല്ലേ, അപ്പോൾ 4 - 1 3 സോറി 3 5 - 1 4ഉം n-5 -1 -1 ദാറ്റ് ഈസ് 4 and 3. ടോട്ടൽ നോഡും റേഡിയൽ നോഡുമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ 2. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഫോസ്ഫറസ് ആറ്റം ഹാവിംഗ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ 0 ആണ്. അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്ന സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം 1s2, 2s2, 2p6, 3s2, 3p3 ഉണ്ട്. 1s എസ് ആയതുകൊണ്ട് എൽ വാല്യൂ 0 ആണ്, എം വാല്യൂ 0 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ആയി. 2s ആണെങ്കിലും എൽ 0, എം 0 ആണ്, എഗെയിൻ 2 ഇലക്ട്രോൺ. 3s ആണെങ്കിലും എം 0 ആണ്, എഗെയിൻ 2 ഇലക്ട്രോൺ. ഇനി പി ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ പി ഓർബിറ്റലിന് -1 0 +1 കോമ്പിനേഷൻ ഉണ്ട്. 2 2 2. അപ്പോൾ 0യോട് കൂടിയ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉള്ള 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി പി ഓർബിറ്റൽ ആണെങ്കിൽ 1 1 1 -1 0 +1. അപ്പോൾ 0 ഉള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ 1s-ലെ 2, 2s-ലെ 2, 2p-ലെ 2, 3s-ലെ 2, 3p-ലെ 1, ഓൾ ടുഗെദർ 9 ഇലക്ട്രോൺസ് ആണ് അവിടെ കാണപ്പെടുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0 വരുന്നത്. അടുത്തത്, which among the following contain lowest number of molecules are 22.4 ലിറ്റർ അമോണിയ മീഥേൻ ആണ് എങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. 2 ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 മോൾ എന്ന് തന്നെ അർത്ഥം. അപ്പോൾ 2 മോൾ ആണെങ്കിൽ 2 × Na മോളിക്യൂൾസ് ഉണ്ട്. 34.2 ആണെങ്കിൽ 34 / 342 എന്ന് പറയുമ്പോൾ തന്നെ 0.1 മോളാണ്. അപ്പോൾ 0.1 × Na. അടുത്തതോ 18 ഗ്രാം വാട്ടർ. 18 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 1 മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ലോവസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെയായിരിക്കും? 334.2 ഗ്രാം ഷുഗറിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. 81ാമത്തെ ചോദ്യം, കോൺസെൻട്രേഷൻ മൊളാരിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനകത്തെല്ലാം മോളാർ ആയതുകൊണ്ട് മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം 6.023 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ഈക്വൽസ് ടു ഇറ്റ്സ് 1 മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ 6.023 × 10⁻20 മോളിക്യൂൾസ് ഈക്വൽസ് ടു എത്ര മോൾ ആയിരിക്കും? 1/10⁻². ശരിയല്ലേ? 6.023 × 10⁻20 ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യുക, എക്സ് ആണെങ്കിൽ 6.023 × 10⁻23 ഇറ്റ് വിൽ ബി 10⁻³ എന്ന് കിട്ടും. ഇപ്പം നമ്പർ ഓഫ് മോൾസിന്റെ സ്ഥാനത്ത് 10⁻³ എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ 100 ml ഇൻറ്റു ലിറ്ററിലാക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ആൻസർ വിൽ ബി, ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയി 10⁻², 1/10⁻², ഓർ യു ക്യാൻ സേ 10⁻², ഇറ്റ് വിൽ ബി 0.01 മോളാർ. കാരണം അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ 1 മോളാണ്. ഇപ്പോൾ 6.023 × 10⁻23 1 മോൾ ഉണ്ട് എങ്കിൽ ഇതിനകത്ത് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓഫ് ബൈ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ 2, 1s 2s ഫില്ല് ചെയ്തിട്ട് 2p ഫില്ല് ചെയ്യാറുള്ളൂ. ഇൻഫ്രാറെഡ് റീജിയണിൽ കാണപ്പെടാത്തത് ആരായിരിക്കും? ലൈമാൻ സീരീസ്, കാരണം UV റീജിയനിലാണ് അത് കാണപ്പെടുന്നത്. N5 Lu2 എന്ന് പറഞ്ഞാൽ ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റലിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ -2 -1 0 +1 +2 അങ്ങനെയുള്ള എത്ര ഓർബിറ്റൽ ഉണ്ട്? -1 ഉള്ള ആകെപ്പാടെ ഒരെണ്ണയല്ലേ ഉള്ളൂ, 1. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഇസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ല, പ്രപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ആണ്. ഫ്രീക്വൻസി തെറ്റാണ്, ഇന്റൻസിറ്റി ആണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ളതാണ്. അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബി ആൻഡ് സി ഒള്ളി എന്നാണ് വരേണ്ടത്. അതായത് 85ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ 4. 86 ദ പെയർ ഓഫ് കോമ്പൗണ്ട് വിച്ച് ഡസ് നോട്ട് ഫോളോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3, കാരണം രണ്ടും സെയിം ആറ്റം ആയിരിക്കണം, അത് നിർബന്ധമാണ്. 87 സ്പേഷ്യൽ ഓറിയന്റേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ക്വാണ്ടം നമ്പറേ ഉള്ളൂ, അത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഏതാണ്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ് ആണ്. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാവയലറ്റ് എന്നാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2. വേവ് ലെങ്ത് ആണ് കേട്ടോ, ഫ്രീക്വൻസി അല്ല. എനർജിയുടെ റെസിപ്രോക്കൽ ഓർഡർ ആണ് എടുക്കേണ്ടത്. മാക്സിമം നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുക. 24 ഗ്രാം കാർബണിനകത്ത് 24 / 12 2 മോൾ ഉണ്ട്. 2 മോൾ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം. 56 / 56 1 മോള്. 27 / 27 അഗെയിൻ 1 മോൾ. ഇവിടെയും 1 മോൾ തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആറ്റം ഉള്ളത് എവിടെയായിരിക്കും? 2 മോളുള്ള കാർബൺ ആറ്റത്തിലായിരിക്കും, കാർബണിന്റെ മോളിക്യൂളിലായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ മൊളാരിറ്റി മാത്രമാണ്. മൊളാലിറ്റിയും വെയിറ്റ് പെർസെൻറ്റേജും മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് പാരാമീറ്റർ ആണ്. ഇപ്പം 45 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളായിരുന്നു കെമിസ്ട്രിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. 1-2 ക്വസ്റ്റ്യനുകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മക്കളെ, എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? ഓക്കെ, അതിൻ്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് പോകാം. ബയോളജിയുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 91. Question number 91. Bacterial cell may be motile or non-motile. If motile, which of the following structure help in their motility? നമുക്കറിയാം ബാക്ടീരിയൽ മോട്ടിലിറ്റി സഹായിക്കുന്ന ആൻസർ ഏതാണ്? ഫ്ലജല്ല is the answer for the question number 91. 3 is the answer. And what about the question number 92? Read the statement and select the correct option. The same question നമ്മൾ കണ്ടതാണ്, നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ കണ്ടതാണ്. The cis and trans phase of Golgi apparatus are entirely different, are not interconnected എന്നുള്ളത് നമുക്കറിയാം തെറ്റ്. They are connected, that is not correct. Golgi apparatus remain in close association with the endoplasmic reticulum. Yes, ശരിയാണ്. Cistern and Golgi apparatus are stacked parallel to each other. ശരിയാണ്. Correct option ഏതാണ്? Correct one. Only statement A, B and C are correct. Which are the correctest option? Which are the correct option? B and C are correct. Only statement A is incorrect. Which one is? അപ്പോൾ correct option ഏതാണ്? Only statement A is incorrect. A is incorrect. Okay. And what about next question? Question number 93. Read the following statement and select the option which is appropriate with respect to lysosome ne kuriche correct aayittulladu. Correct option which appropriate with respect to lysosome. Are rich in lysosomes are rich in hydrolytic enzyme? Yes, of course, correct aanu. Enzymes are optimally active at high pH alla, that is in low pH, that is acidic ilana, that is not correct. അപ്പോൾ correct എന്ന് പറയുന്നത് only A is correct. Only A is correct. Option 3 is the correct answer for the question number 93. Only A is correct. Then question number 94. Select the mismatched option. Golgi apparatus, formation of glycoprotein. Yes, correct. Glycoprotein, glycolipid, ശരി. Mismatched pair ആണ് ചോദ്യം. Vacuole can occupy up to 90% of the volume in plant cell. ശരിയാണ്. Lysosome contain hydrolytic enzyme. ശരിയാണ്. Smooth endoplasmic reticulum actively involved in protein synthesis അല്ല, lipid synthesis ആണ്. Mismatched option number 4 ആണ്. Question number 94. Option 4 is the correct answer. മക്കളെ, what about the next question? Question number 95. Select the incorrectly matched pair. ബാക്ടീരിയൽ ഫ്ലജല്ലത്തിന് ഫിലമെന്റ് ഹുക്ക് ബേസൽ ബോഡി ഉണ്ട്. ശരി തന്നെ. പ്രൈമറി വോൾ ഇൻ പ്ലാന്റ്സ് ഇൻകേപ്പബിൾ ഓഫ് ഗ്രോത്ത് അല്ല, ദേ ആർ കേപ്പബിൾ ഓഫ് ഗ്രോത്ത്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇൻകറക്റ്റ് ഈസ് 95. 2 is the answer.
3 white blood cells amoeboid shape ആണ്. Ribosome non membrane bound organelle ആണ്. അപ്പോൾ question number 95, 2 is the answer. Okay. And what about question number 96? A special type of leucoplast which store carbohydrate. Carbohydrate store ചെയ്യുന്ന ആരാണ്? amyloplast. Amyloplast. Question number 96, 3 is the answer. Elioplast oil ഫാറ്റുമാണ് നമുക്കറിയാം സ്റ്റോർ ചെയ്യുന്ന. അല്യൂറോ പ്രോട്ടീൻ ആണ്. ക്രോമോപ്ലാസ്റ്റ് കളർ ഉള്ളതാണ്. റൈറ്റ്. അപ്പോൾ question number 96, 3 is the answer. And what about question number 97? When karyokinesis is not followed by cytokinesis, it result in the formation of syncytium, right? Formation of syncytium. അല്ലേ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഉണ്ടാവും. ഓപ്ഷൻ നമ്പർ question number 97, 4 is the correct answer. And what about next question number 98? മൈക്കോപ്ലാസ്മ നമുക്കറിയാം ബാക്ടീരിയയിലുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് ഇൻ ബാക്ടീരിയ, ദാറ്റ് ഈസ് ഇൻ കിങ്ഡം മൊണിറയിലെ മെമ്പറാണ്. ദേ ആർ പ്രൊക്യാരിയോട്ട്. കിങ്ഡം മൊണിറയിലെ സോൾ മെമ്പറാണ് ബാക്ടീരിയ. അതിലെ വേറൊരു മെമ്പറാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ സ്മോളസ്റ്റ് ലീവിംഗ് സെൽ നോൺ ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ദേ ഹാവ് നോ സെൽ വോൾ, റൈറ്റ്. അപ്പോൾ മൈക്കോപ്ലാസ്മ ഒരു യൂക്യാരിയോട്ട് അല്ല, ദേ ആർ പ്രൊക്യാരിയോട്ട്. കിങ്ഡം മൊണിറയിലുള്ളതാണ്, അത് പ്രൊക്യാരിയോട്ട് ആണ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ, ശരി തന്നെ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ, ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ദേ ഹാവ് നോ cell wall. They are kingdom Monerail ഉള്ളവരാണ്. They are prokaryote. Lack double stranded DNA ഉണ്ട്. It is devoid of nucleode. They have nucleode because they are prokaryote, right? Mycoplasma എന്ന് പറയുന്നത് it is the smallest cell. That is the correct answer for the question number 98. 2 is the correct answer. And what about question number 99? In which of the following chromosomes centromere is present at terminal position? Terminal എന്ന് പറയുമ്പോൾ telocentric. Terminal എന്ന് പറയുമ്പോൾ telocentric. Central എന്ന് പറയുമ്പോൾ metacentric. Slightly away from the center എന്ന് പറയുമ്പോൾ submetacentric. Towards end എന്ന് പറയുമ്പോൾ acrocentric. At the end എന്ന് പറയുമ്പോൾ telocentric. Answer for the question number 99, 2 is the correct answer. And what about the question number 100? Which one of the following phase is not the part of interphase of the cell cycle? We know that interphase are G1S, G2, right? അപ്പോൾ G1S, G2 അല്ലാത്ത M phase is there. That is not the part of interphase. That is part of M phase, of course. Mitotic phase. Question number 100. 2 is the correct answer. Not part of interphase of cell cycle. Question number 100. 2 is the correct answer. And what about question number 109? Glycocalyx may be thick and tough in bacterial cell cold. Glycocalyx thick and tough ആണെങ്കിൽ എന്ത് വിളിക്കും? Capsule. ലൂസ് ആണെങ്കിൽ സ്ലൈം ലെയർ. നമുക്കറിയാം സെൽ എൻവലപ്പ്, ബാക്ടീരിയയുടെ സെൽ എൻവലപ്പിൽ 3 layers ആണ്. ഏറ്റവും വെളിയിൽ ഗ്ലൈക്കോകാലിക്സ്, അതിനുശേഷം സെൽ വോൾ, ഇന്നർ മോസ്റ്റ് വി നോ ദാറ്റ് സെൽ മെംബ്രെയിൻ. ഹിയർ ആൻസർ ഫോർ ദി question number 101, 3 is the correct answer. And what about question number 102? The centromere is situated close to one end, forming one extremely short and very long arm. നമ്മൾ നേരത്തെ telocentric കണ്ടിരുന്നു. ഇത് one എൻഡിലേക്ക് നിൽക്കുകയാണ്. That is acrocentric chromosome. Question number 102, 3 is the answer for the question number 102. And what about question number 103? Recombination and pairing of homologous chromosome takes place respectively in recombination takes place during recombination we know that Pachytene, and pairing of homologous chromosome synapsis takes place during zygotine respectively, right? Recombination Pachytene and pairing zygotine, that is synapsis, takes place during zygotine. Question number 103, 2 is the correct answer for the question number 103. Okay, നമുക്കറിയാം ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണുന്ന ലെപ്റ്റോട്ടീനിലാണ്, സൈഗോട്ടീനിൽ സിനാപ്സിസ്, പാക്കറ്റിനിൽ റീകോംബിനേഷൻ, കയാസ്മേറ്റ ഫോർമേഷൻ ഡിപ്ലോട്ടീൻ, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ ഡ്യൂറിംഗ് ഡയകൈനസിസ്, റൈറ്റ്? And question number 104, at the end of dash, Golgi complex, endoplasmic reticulum, nucleolus, nuclear envelope disappear during prophase, reappear during telophase, align at the chromosome, align at the equator during metaphase, centromere split and sister chromatid separate during anaphase. Question number 104, 2 is the correct answer. And what about question number 105? During which phase of the cell cycle genetic material become double? During, we know that synthesis phase, that is DNA replication takes place during synthesis phase, and never increase number of chromosome. We know that G1 phase most of the organelle duplication, and S phase synthesis of DNA, and also centrosome duplication, and G2 phase protein synthesis. Here question number 105, 2 is the correct answer. And what about question number 106? Read the following statement and select the correct option. Statement A, meiosis 2 is equational division. Meiosis 2 is equational division, correct. Meiosis 1 is reductional division, A is correct.
Meiosis 1 is called reductional, meiosis 2 is equational. Both statement A and B are correct. Question number 106, 3 is the correct answer. And what about question number 107? Chromosome aligned at the equator during metaphase. Metaphase, question number 107, 2 is the correct answer. And 108, terminalization of chiasmata, terminalization during diakinesis. Question number 108, 3 is the correct answer. And what about question number 109? Select the incorrect statement about rules of biological nomenclature. Specific epithet should start with small letter, yes, correct. If handwritten, the scientific name should be underlined separately, yes. Biological names are generally taken from Latin, yes. Each organism may have two scientific names, consists single word Allah, it has generic and specific binomial nomenclature proposed by Carolus Linnaeus. Question number 109, 4 is the incorrect answer for the question. Number 4 is the correct answer. And what about question number 110? If take 20 hours to complete the cell cycle of a cell, approximately for how much time duration its interphase is going to last? Interphase, we know that 95% of the cell cycle is interphase 19 hours. 20 hours illa 19 hours interphase aayirikkum. 110 answer, 1 is the correct answer. And question number 111. The widely accepted improved model of the structure of cell membrane called fluid mosaic model was proposed by, we know that Singer and Nicholson is the answer for the question number 111, 2 is the correct answer. And what about question number 112? Mark the following column and choose the correct option. Cytoplasm is the main arena of cellular activities. Centriole helps in cell division. Plasmid circular DNA. Nucleoplasm contain chromatin, right? A4, A2, B4, C1 and D3. A2, B4, C1, D3 is the answer. Question number 112, 4 is the correct answer. And what about question number 113? Which of the following cell has both 70S and 80S ribosome? That is also we discussed, that is mesophyll cell. And question number 114, the structure in some bacteria that help to attach the bacteria to the host tissue are, host tissue le attach cheyan sahayikkunna arada, fimbriae. Question number 114, 2 is the correct answer for the question number 114, 2 is the correct answer. And what about question number 115? The inclusion bodies in prokaryotes do not contain, inclusion bodies ulpadathadu arada, plasmid, extra chromosomal DNA, circular DNA, right? That is plasmid in bacteria. Question number 115, 4 is the answer. And onion root cell has 16 chromosome in G1 phase, then how many chromosome it S and G2? G1 il 16 aanengil S ilum G2 ilum 16. And 117, mark the column. Amyloplast stores charge, chloroplast traps sunlight, tonoplast membrane, helioplast store oil. A2, B4, C1, D3. Option 4, A2, B4, C1 and D2 is the D3 is the answer for the question number 117, right? And what about question number 118? The amount of DNA doubles but the number of chromosomes remains same. This statement is true for the present. Amount of DNA double ചെയ്യുന്നത് എപ്പോഴാണ്? S phase, synthesis phase. Question number 118, 4 is the answer. And 119, read the following statement and choose the correct option with respect to packaging. Already we discussed in Netflix. അപ്പോൾ നമുക്കറിയാം പാക്കറ്റിനിൽ സംഭവിക്കുന്നത് ബൈവാലന്റ് ക്രോമസോം അപ്പിയറസ് ടെട്രാഡാണ്, റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉണ്ടാവുന്നുണ്ട്, ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്യുന്ന ഡയാകൈനസിസിലാണ്, ലെപ്റ്റോട്ടിൻ സൈഗോട്ടിൻ ഷോർട്ട് ലീവ്ഡ് ആസ് കമ്പയർഡ് ടു പാക്കറ്റിൻ ആണ്. അപ്പോൾ A-B-D ആണ് കറക്റ്റ് ആൻസർ, C ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 119, 1 is the answer. And what about 120? Select the incorrect match from the following. Zygotin occurrence of synapses, yes. Diakinesis, disappearance of nucleolus, yes. Meiotic spindle undavum, sheri. Leptodin, coiling of chromatin, yes. Packaging, chiasmata shift to the tip of the chromosome alla. Terminalization of chiasmata during diakinesis aanu. Question number 124 is the answer. And question number 121, each cell completes its cell cycle in, we know that 90 minutes, and in human cell that is, we know that 24 hours. During which stage of meiosis chiasmata visible? Chiasmata during diploidy. Question number 122, 2 is the answer for the question number 122. And what about 23? Read the following statement and choose the option for the set of all the correct ones. All living organisms grow
but growth but is not defining property. Yes, correct. Reproduction is the defining character. No. All the living organs possess metabolic. Yes. Self consciousness is seen in most of the plants. No. Animals ilanullathu. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എയും സിയും ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 123, 2 is the answer. A, C, correct. And select the option which scientific name of lion, Panthera leo, right? Option 2 is the answer. 125. Out of which of the following, which one is not a taxon related to wheat? Is dicot alla, monocot aanu? That is wrong. Question number 125, 3 is the answer. 126. March the column and select correct option. White blood cells, amoeboid. Trachid, elongated. Mesophyll cell, round and oval shape. And nerve cells, branched and long. A3, B4, C2, D1. A3, B4, C2, D1 is the answer for the question number 126, 3. 127, 3-layered envelope of bacterial cell. The outermost layer is of course glycocalyx. 127, 4 is the answer. 128, prophase of mitosis similar to prophase 1 of meiosis is an. നമ്മൾ കണ്ടു അവിടെ ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെമ്പറും നമ്മുടെ നീറ്റ്ഫ്ലിക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ only D is true. ന്യൂക്ലിയോലസ് ന്യൂക്ലിയർ മെമ്പറിലും പ്രോഫേസ് ഓഫ് മൈറ്റോസിസിലും മിയോസിസിലും ഡിസപ്പിയർ എന്ന് ബാക്കി മൂന്നും കറക്റ്റ് അല്ല, റൈറ്റ്? ആൻഡ് വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 129? സെൽ മെമ്പറൈൻ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ, ഫോസ്ഫോലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ, റൈറ്റ്? Arrangement of axonal microtubule in cilia and flagella is 9 plus 2, 131 is the correct answer. And 131, read the following events. What are the different following events? Spindle fiber attached to kinetochore, chromosome are moved to align at the equator during metaphase. Question number 131, 2 is the answer. Read the following statement. Already we discussed in the Netflix, that is rice is a monocot and monocots are plants. The above statement, that is different taxa and different rank. Question number 132, 4 is the answer. And 133, aerobic respiration takes place in, of course, mitochondria. 134, condition in cell division that lead to the formation of syncytium, that means karyokinesis is not followed by cytokinesis. Question number 134, 3 is the answer. And what about question number 135? The process which is not included in taxonomy, characterization, identification, classification, nomenclature undengil phylogeny illa. That's about question number 135. 136 onwards. നമ്മുടെ DTS 5-ലെ ബയോമോളിക്യൂള് ആനിമൽ ടിഷ്യൂസിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 136ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി റിലേറ്റഡ് ടു ലെസിത്തിൻ? താഴെ തന്നിരിക്കുന്നതിൽ ലെസിത്തിനുമായിട്ട് കറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഏതാണെന്നാണ്. ഇറ്റ് ഈസ് എ ഫോസ്ഫോറിലേറ്റഡ് ഗ്ലിസറൈഡ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. Its structure contain 3 fatty acid. Nitrogen atom are attached to phosphoric acid in structure. It is esterified fatty acid found in nucleotide. ലെസിത്തിൻ എന്ന് പറയുന്നത് സെൽ മെംബ്രൈൻസിൽ കാണുന്ന ഫോസ്ഫോഗ്ലിസറൈഡ് ആണ്. ഫോസ്ഫോ റിലേറ്റഡ് ഗ്ലിസറൈഡ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 137ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി ഇൻകറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്റ്റ് ടു ടൈപ്പ് ഓഫ് സെൽ ജംഗ്ഷൻ ആൻഡ് ദെയർ ഫങ്ഷൻസ്. ആനിമൽ ടിഷ്യൂസിലെ ക്വസ്റ്റ്യൻ ആണ്. സെൽ ജംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ടുള്ള ഇൻകറക്റ്റ് മാച്ചാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. ടൈറ്റ് ജംഗ്ഷൻ പ്രൊമോട്ട് സബ്സ്റ്റൻസ് ഫ്രം ലീക്കിംഗ് അക്രോസ് ദി ടിഷ്യൂസ്. അഡ്ഹറിംഗ് ജംഗ്ഷൻസ് സിമെൻറ്റിംഗ് നൈബറിംഗ് സെൽസ് ടുഗദർ. ഗ്യാപ്പ് ജംഗ്ഷൻ facilitate cell-to-cell communications. Gap junction connects cytoplasm of neighboring cell for rapid transfer of ions. Tight junctions എന്ന് പറയുന്നത് സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ലീക്കിംഗ് അക്രോസ് ദി ടിഷ്യൂസ് എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊമോട്ട് സബ്സ്റ്റൻസ് ഫ്രം ലീക്കിംഗ് അക്രോസ് ടിഷ്യൂസ് എന്നുള്ളത്. അത് തെറ്റാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 137ൻ്റെ ആൻസർ 1 ആണ്. അടുത്ത 138, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് മാച്ച്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. കോൺഡ്രോസൈറ്റ് പ്രസൻസ് ഇൻ കാർട്ടിലേജ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ്. ശരിയാണ്, കാർട്ടിലേജ് കാണുന്ന സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസാണ് കോൺഡ്രോസൈറ്റ്.
ഓസ്റ്റിയോസൈറ്റ്സ് പ്രസൻസ് ഇൻ ബോണിലുള്ള സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ശരിയാണ്. ഗോബ്ലറ്റ് സെൽസ് പ്രസൻസ് ഇൻ എപ്പിത്തീലിയം ഓഫ് അലിമെൻ്ററി കനാലിൽ കാണുന്ന യൂണിസെല്ലുലാർ ഗ്ലാൻഡുലർ എപ്പിത്തീലിയമാണ് ഗോബ്ലറ്റ് സെൽസ്, കറക്റ്റാണ്. മാസ്റ്റ് സെൽ പ്രസൻസ് ഇൻ ബ്ലഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്. മാസ്റ്റ് സെൽസ് ബ്ലഡിലല്ല കാണുന്നത്, ഏരിയോളാർ ടിഷ്യൂസിലാണ് കാണുന്നത്, അതാണ് ഇൻകറക്റ്റ്. 138ൻ്റെ ആൻസർ 4 ആണ്. മാസ്റ്റ് സെൽസ് ഏരിയോളാർ ടിഷ്യൂസിലാണ് കാണുന്നത്, ബ്ലഡിലല്ല കാണുന്നത്. അടുത്ത 139ാമത്തെ ക്വസ്റ്റ്യൻ. എ കോമൺ ഫീച്ചേഴ്സ് ഷെയർഡ് ബൈ സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആൻഡ് കാർഡിയാക് മസിൽ ഫൈബർ. കാർഡിയാക് മസിൽ ഫൈബറും സ്മൂത്ത് മസിൽ ഫൈബറും ഷെയർ ചെയ്യുന്ന കോമൺ ഫീച്ചേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് കാർഡിയാക് മസിൽസിൻ്റെ പ്രത്യേകതയാണ്. ഫ്യൂസിഫോം അപ്പിയറൻസ് സ്മൂത്ത് മസിൽസിൻ്റെ പ്രത്യേകതയാണ്. ഫങ്ഷനിങ് ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ അവർ വില്ല്. അത് പേരുടെയും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. രണ്ടുപേരും ഇൻവോളണ്ടറി മസിൽസാണ്. അപ്പോൾ 139ൻ്റെ ആൻസർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നത് മൂന്നാമത്തതാണ്. അത് രണ്ടുപേരും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ദേ ആർ ഇൻവോളണ്ടറി മസിൽസാണ്. പ്രസൻസ് ഓഫ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആൻഡ് ബ്രാഞ്ച്ഡ് കണ്ടീഷൻസ് ഉള്ളത് കാർഡിയാക് മസിൽസിലാണ്. രണ്ടുപേരും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും കോമൺ ഷെയർ ചെയ്യുന്നത്, അത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 140. എ സെഗ്മെൻറ്റ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA ഹാസ് 100 അഡിനിൻ ആൻഡ് 100 സൈറ്റോസിൻ റെസിഡ്യൂസ്. ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA-ക്കകത്ത് 100 അഡിനിനും 100 സൈറ്റോസിൻ റെസിഡ്യൂ ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് പ്രസൻസ് ഇൻ റെസ്പെക്റ്റീവ്ലി ആർ. അപ്പം നൈട്രജൻ ബേസ് അഡിനിൻ 100 ഉണ്ടെങ്കിൽ തൈമിനും 100 ഉണ്ടാകും. അതുപോലെ സൈറ്റോസിൻ 100 ഉണ്ടെങ്കിൽ ഗ്വാനിനും 100 ഉണ്ടാകും. അപ്പോൾ മൊത്തത്തിലുള്ള ടോട്ടൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ 100, 200, 300, 400. അപ്പോൾ ന്യൂക്ലിയോടൈഡ് 400. ഇനി നമുക്കറിയാം അഡിനിൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഗ്വാനിൻ സൈറ്റോസിൻസ് എന്ന് പറയുന്ന പിരമിഡുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ അഡിനിൻ തൈമിനും 100 വീതം ഉണ്ട്. അപ്പം 100 × 2 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും തൈമിനുമായിട്ട്, ദാറ്റ് ഈസ് 200. ഓക്കെ. അതുപോലെ ഗ്വാനിൻ 100 ആണ്, അത് സൈറ്റോസിനും എത്ര തന്നെയാണ് 100 ആണ്. അപ്പം ഗ്വാനിനും സൈറ്റോസിനും ഫോം ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ 100 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ അഡിനിനും തൈമിനും 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും 3 ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പം 200, 300 കൂടെ കൂട്ടുമ്പോൾ 500 ഹൈഡ്രജൻ ബോണ്ട് 500. ടോട്ടൽ ന്യൂക്ലിയോടൈഡിൻ്റെ നമ്പർ 400. അപ്പോൾ ഓപ്ഷൻ 400, 500 എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ്. 400 ന്യൂക്ലിയോടൈഡും ഉണ്ട്, 500 ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 141ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. മാച്ച് ദ കോളം ആണ് 141ാമത്തേതിൻ്റെ. മാച്ച് ദ കോളം. എ ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് കൊളാജൻ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മാക്രോഫേജസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെല്ലാണ്. അഡിപ്പോസൈറ്റ് സ്റ്റോർ ഫാറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അടുത്ത 142ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ അരാക്കിഡോണിക് ആസിഡിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരാക്കിഡോണിക് ആസിഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. കാർബോക്സിലിക് ഗ്രൂപ്പിലെ കാർബണിനെയും പരിഗണിക്കും. അപ്പോൾ 20 കാർബൺ ആറ്റമാണുള്ളത്. ഓപ്ഷൻ 3 ആണ് 20 കാർബൺ ആറ്റം. 142ൻ്റെ ഓപ്ഷൻ 3 ആണ്. അടുത്തത് ഐഡൻറ്റിഫൈ സിറ്റർ അയോണിക് ഫോംസ്. താഴെ തന്നിരിക്കുന്നതിൽ സിറ്റർ അയോണിക് ഫോം അമിനോ ആസിഡുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അപ്പം ഒരു സൈഡിലൊരു പോസിറ്റീവ് ഒരു സൈഡിൽ നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഉള്ള ഒരു ബൈപ്പോളാർ അയോണാണ്, ഇൻ്റർമീഡിയറ്റിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ദാണ്ട് 3 ആണ്. NH3+ ഉണ്ട്, CO- ബൈപ്പോളാർ ആയിട്ടുള്ള അയോൺ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള അയോണാണ്. അപ്പോൾ 143ൻ്റെ ആൻസർ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 144. വിച്ച് എമോങ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. താഴെ തന്നിരിക്കുന്നതിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടുന്നത്.
അത് സെക്കൻഡറി മെറ്റബോളൈറ്റും പ്രൈമറി മെറ്റബോളൈറ്റ്സും ഉണ്ട്. പ്രൈമറി മെറ്റബോളൈറ്റ്സുകൾക്ക് ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളുണ്ട്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സുകൾക്ക് ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ ഡയറക്റ്റ് റോളില്ല, പക്ഷെ അത് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് അമിനോ ആസിഡും പ്രോട്ടീനും ലിപ്പിഡും കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസും ഒക്കെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. തന്നിരിക്കുന്നതിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് റബ്ബറാണ്. റബ്ബർ വരും, ഗമ്മ് വരും, അതുപോലെ പിഗ്മെൻറ്റ്സുകൾ, ആന്തോസയാനിൻ, ഡ്രഗ്സ് വരും, വിങ് ബ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഡ്രഗ്സ്, കർക്കുമിൻ, അതുപോലെ ടോക്സിൻ, അതൊക്കെ വരും. അപ്പോൾ അതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് റബ്ബറാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അടുത്ത 145ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദി ബയോസ്ഫിയർ ഈസ്. മൊത്തത്തിലുള്ള ബയോസ്ഫിയറിലുള്ള അബൻഡൻറ്റ് പ്രോട്ടീൻസ്, മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ആനിമൽ വേൾഡിൽ കൊളാജനും ബയോസ്ഫിയറിലുള്ളത് റിബിസ്കോയാണ്. റിബിലോസ് ബൈഫോസ്ഫേറ്റ്, കാർബോക്സിലേസ്, ഓക്സിജനേസ്. അപ്പോൾ ഇവിടെ മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 145ൻ്റെ ആൻസർ 4 ആണ്, റിബിസ്കോയാണ്. അടുത്തത് 146. ചൂസ് ദി ഇൻകറക്റ്റ് മാച്ച്. ഇൻകറക്റ്റ് മാച്ച് കണ്ടുപിടിക്കണം. കൈറ്റിൻ ഹോമോപോളിമറാണ്. അസറ്റൈൽ ഗ്ലൂക്കോസമീനിൻ്റെത് കറക്റ്റാണ്. സെല്ലുലോസ് ഗ്ലൂക്കോസിൻ്റെ ഹോമോപോളിമറാണ്. ഇൻകറക്റ്റ് മാച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കൈറ്റിൻ ഹോൾഡ് അയഡിൻ ഇൻ ദ ഹെലിക്കൽ പ്രൈമറി സ്ട്രക്ചർ തെറ്റാണ്. സ്റ്റാർച്ചാണ് സെക്കൻഡറി ഹെലിക്കൽ സ്ട്രക്ചറിൽ അയഡിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇനുലിൻ പ്രക്ടോസിൻ്റെ ഹോമോപോളിമറുമാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് മാച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 146ൻ്റെ ആൻസർ 3 ആണ്. അടുത്തത് 147. സെലക്ട് എ കോഎൻസൈം ഫ്രം ദി ഫോളോയിങ്. അതായത് ഒരു ടൈപ്പ് കോഫാക്ടറാണ് കോഎൻസൈമും. മെനി കോഎൻസൈമും വൈറ്റമിൻസ് ആണ്. എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. NADയും NADPയുമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ എക്സാമ്പിൾ NAD ആണ്, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 148ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ സെൽ പ്രസൻസ് ഇൻ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് മൈക്രോബ്സ്, ഫോറിൻ പാർട്ടിക്കിൾസ് ആൻഡ് ഡീജനറേറ്റ് സെൽസ്. അതായത് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂസിൽ കാണുന്നതും അതേപോലെ മൈക്രോബ്സുകളെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന സെല്ല് ഏതാണെന്ന് മാക്രോഫേജസ് സെൽസ് ആണ്. മാക്രോഫേജസ് ആണ്. ഫാഗോസൈറ്റിക് സെൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂസിൽ കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെഫറൻസ് ടു ദ നെയിം ഓഫ് അമിനോ ആസിഡ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറിൽ നിന്നും അമിനോ ആസിഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. 6 എന്ന് പറയുന്ന ഗ്രൂപ്പാണ് വേരിയബിളായിട്ട് വരുന്നത്. ഇവിടെ 6 ഗ്രൂപ്പിന് പകരം ഹൈഡ്രോക്സി മീഥൈലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോക്സി മീഥൈൽ വന്നു കഴിഞ്ഞാൽ അത് സെറീൻ ആണ് അമിനോ ആസിഡ്. സെറീൻ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. കംപ്ലീറ്റ് ദ അനലോഗി ബൈ സെലക്ടിങ് ദ കറക്റ്റ് ഓപ്ഷൻ. സ്മൂത്ത് മസിൽ ഫൈബർ ഫ്യൂസിഫോം ഷേപ്പാണ്. അനലോഗി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാർഡിയാക് മസിൽ ഫൈബർ ബ്രാഞ്ചഡ് ആണ്, ഇൻവോളണ്ടറി ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻസ് 3 ആണ് കറക്റ്റ്. സ്ട്രേറ്റഡ് ആണ്, ബ്രാഞ്ചഡ് ആണ്, അതുപോലെ ഇൻവോളണ്ടറി മസിൽസ് ആണ് കാർഡിയാക് മസിൽസ്. അപ്പം തന്നിരിക്കുന്നതിനകത്ത് കാർഡിയാക് മസിൽസ് ഫൈബറിന് ചേരുന്നത് ഓപ്ഷൻ 3 ആണ്, ബ്രാഞ്ചഡ് ആണ്. അടുത്തത് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കെയർഫുള്ളി. 2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1. ടെൻഡൻസ് ആർ കോഡ്സ് വിച്ച് കണക്ട് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺ. സ്റ്റേറ്റ്മെൻറ്റ് 2. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ് ഇൻ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. സ്റ്റേറ്റ്മെൻറ്റ് 3. ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഇസ് പ്രസൻസ് ഇൻ ദി സ്കിൻ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. എല്ലാം കറക്റ്റാണ്. TBM എന്ന് പറയുന്ന കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ടെൻഡൻ കണക്ട് ബോൺ ടു മസിൽസ്. സ്കെലിറ്റൽ മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. കറക്റ്റാണ്. ദാറ്റ്സ് എ കോഡ്. കോഡ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ മസിൽ ത്രെഡ് എന്നാണ്. അപ്പോൾ കോഡ് വിച്ച് കണക്ട് സ്കെലിറ്റൽ മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. TBM എന്ന് പറയുന്ന കോഡ് പഠിച്ചിട്ടുള്ളതാണ്. ഫൈബറും ഫൈബ്രോബ്ലാസ്റ്റും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിൽ കോമ്പാക്ട്ലി പാക്ഡ് ആണ്. ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെൻസ് ഇറഗുലർ ടിഷ്യൂസ് നമ്മുടെ സ്കിന്നിലാണ് കാണുന്നത്. അതും ശരിയാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അപ്പോൾ 151ൻ്റെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 152. ദ സെൽസ് ഓഫ് cartilage are enclosed in small cavity within the matrix secreted by dash. Select the correct options and fill in the blanks. കാർട്ടിലേജ് എൻക്ലോസ് ചെയ്ത സ്മാൾ ക്യാവിറ്റി ലാക്വിന എന്ന് പറയും. ആ ലാക്വിനയ്ക്കകത്തുള്ള മാട്രിക്സ് സെക്രീറ്റ് ചെയ്യുന്നത് കാർട്ടിലേജ് സെല്ലായ കോൺഡ്രൂസൈറ്റ്സ് ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ.
അടുത്തത് 153 ബോൺസ് ഓഫ് ലിംസ് ഇൻ അഡൽട്ട് ഹ്യൂമൻസ് ആർ chiefly formed by the ossifications of കാർട്ടിലേജ് ഓസിഫൈഡ് ആയിട്ടാണ് ബോൺ ആയിട്ട് മാറുന്നത്. എംബ്രിയോണിക് സ്റ്റേജ് കാർട്ടിലേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കാർട്ടിലേജിന് ഓസിഫിക്കേഷൻ നടന്നാണ് അഡൽട്ട് ഹ്യൂമൻസിനകത്ത് ബോൺ ഫോം ചെയ്യുന്ന ലിം ബോൺസ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂസ് ഓഫ് അനിമൽ ടിഷ്യൂസിലെ കെമിക്കൽ അനാലിസിസിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ ദി ദം. അനിമൽസിനകത്തുള്ള മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ കൊളാജൻ ആണ്, കൊളാജൻ. അപ്പോൾ 154ാമത്തെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത 155 എ കോഫാക്ടർ വിച്ച് ഫോം കോർഡിനേഷൻ ബോൺസ് വിത്ത് ദ സൈഡ് ചെയിൻസ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം കാർബോക്സി പെപ്റ്റഡൈസ് ആൻഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ഈസ് ഒരു ടൈപ്പ് കോഫാക്ടറാണ്. മെറ്റൽ അയോൺസ് ആയിട്ട് കാറ്റഗറിയിൽ വരുന്ന കോഫാക്ടറിന് എക്സാമ്പിളാണ് സിങ്ക് കാർബോക്സി പെപ്റ്റഡൈസ് എന്ന് പറയുന്ന എൻസൈമിനകത്ത് മെറ്റൽ അയോണായിട്ട് ആക്ട് ചെയ്യും. അത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ 155ൻ്റെ ആൻസർ 2 ആണ്. 156 മാച്ച് ദ ഫോളോയിങ്സ് ആണ്. കോളം 1ഉം കോളം 2ഉം മാച്ച് ദ ഫോളോയിങ്സ്. എ സിമ്പിൾ കോളുമിനാർ എപ്പിത്തീലിയം എവിടെയാണ് കാണുന്നത്? ഇന്നർ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ. എ എന്ന് പറയുന്നത് 3 ആണ്. കാർഡിയാക് മസിൽസ് വാൾ ഓഫ് ഹാർട്ടിൻ്റെ വാളിലാണ് കാർഡിയാക് മസിൽ. അഡിപ്പോസ് ടിഷ്യൂസ് കാണുന്നത് എവിടെയാണ്? സ്കിന്നിലാണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് നോസിൻ്റെ ടിപ്പിലാണ് കാണുന്നത്. അപ്പോൾ ആൻസർ 3 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇൻ ദ ഗിവൺ ഡയഗ്രാം ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്, ഒരു കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് എയും ബിയും സിയും ഒക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് മാസ്റ്റ് സെല്ലാണ്, കറക്റ്റാണ്. ബി ഫൈബ്രോബ്ലാസ്റ്റ് ആണ്, ബി ഈസ് ദ ഫൈബ്രോബ്ലാസ്റ്റ്. സി എന്ന് പറയുന്ന മാക്രോഫേജസ് ആണ്. ഡി എന്ന് പറയുന്നത് കൊളാജൻ ഫൈബേഴ്സ് ആണ്, കൊളാജൻ ഫൈബേഴ്സ്. അപ്പോൾ 157ൻ്റെ ആൻസർ 2 ആണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കണക്റ്റീവ് ടിഷ്യൂസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് കൊളാജൻ ഫൈബർ, മാക്രോഫേജ്, ഫൈബ്രോബ്ലാസ്റ്റ് ആൻഡ് മാസ്റ്റ് സെൽസ്. താഴെ തന്നിരിക്കുന്ന ഏത് ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസിനകത്താണ് കൊളാജൻ ഫൈബറും മാക്രോഫേജസും ഫൈബ്രോബ്ലാസ്റ്റും മാസ്റ്റ് സെല്ലും കാണുന്നത്? അത് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂസിലാണ്. ഏരിയോളാർ ടിഷ്യൂസിൻ്റെ പ്രത്യേകതയാണ്. അവിടെ നമ്മൾ ആ ഡയഗ്രാം മുമ്പേ കണ്ട ഡയഗ്രത്തിൻ്റെ ഡയഗ്രത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയഗ്രമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം മാസ്റ്റ് ദ ഫോളോയിങ്ങിൽ. അതുപോലെ ഇതുപോലെ ഈ മാക്രോഫേജസും ഫൈബ്രോബ്ലാസ്റ്റും കൊളാജൻ ഫൈബറും ഒക്കെ മാസ്റ്റ് സെല്ലും ഒക്കെ കാണുന്നത് ഏത് കണക്റ്റീവ് ടിഷ്യൂസിലാണെന്നും ചോദിക്കാം. അത് സ്കിന്നിനടിയിലാണ് കാണുന്നത്. ഏരിയോളാർ ടിഷ്യൂസ് ആണ്, ഏരിയോളാർ ടിഷ്യൂസ്. അടുത്ത 159 വാൾ ഓഫ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻസ് ആർ മെയ്ഡ് ഓഫ് എ മസിൽസ്. എ എന്ന് പറയുന്ന മസിൽസ് കൊണ്ടാണ് ബ്ലഡ് വെസൽസും സ്റ്റൊമക്കും നിർമ്മിച്ചിരിക്കുന്നത്. വിച്ച് ആർ ബി ഇൻ നേച്ചർ. അത് ബി നേച്ചറിലാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എയും ബിയും നമ്മൾ ഫില്ല് ചെയ്യണം. സ്യൂട്ടബിൾ ടേംസ് ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്യേണ്ടുന്നത്. എ എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈൻസിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും വാളിൽ കാണുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് അത് ഇൻവോളണ്ടറി ആണ്, നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള മസിൽസിന് നമ്മൾ ഇൻവോളണ്ടറി മസിൽസ് എന്നാണ് പറയുന്നത്. 159ൻ്റെ ആൻസർ 3 ആണ്. അടുത്ത 160ാമത്തത് അസേർഷൻ ന്യൂറോൺ മേക്കപ്പ് ഓഫ് മോർ ദാൻ 1/2 ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ഇൻ അവർ ബോഡി. ന്യൂറോൺസ് എന്ന് പറയുന്നത് മേക്കപ്പ് മോർ ദാൻ 1/2 ഓഫ് ദി വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി. തെറ്റാണ്. ന്യൂറോഗ്ലിയൽ സെല്ലാണ്. ന്യൂറോഗ്ലിയ സെൽസ് ഓർ ന്യൂറോഗ്ലിയ മേക്കപ്പ് ആണ് 1/2 ഓഫ് ദി വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂസ്. അടുത്ത റീസൺ ദ ന്യൂറോഗ്ലിയ സെൽസ് ഓഫ് ദ ന്യൂറൽ സിസ്റ്റം ത്തിലുള്ള ന്യൂറോഗ്ലിയ സെൽ പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ് ആണ്. ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ന്യൂറോഗ്ലിയ സെൽസ്. അപ്പോൾ ഓപ്ഷൻസ് 4 ആണ് കറക്റ്റ് ആൻസർ. അസേർഷൻ ഇൻകറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആർ കെമിക്കലി പ്രോട്ടീൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കെമിക്കലി പ്രോട്ടീൻസുകൾ എത്ര എണ്ണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അതിൽ കൊളാജൻ പ്രോട്ടീനാണ്, ട്രിപ്സിൻ പ്രോട്ടീനാണ്, അത് എൻസൈമായിട്ട് ആക്ട് ചെയ്യും. ഇൻസുലിൻ പ്രോട്ടീനാണ്, ആൻറ്റിബോഡിയും പ്രോട്ടീനാണ്, റെസപ്റ്ററും പ്രോട്ടീനാണ്, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന, സെല്ലിലേക്ക് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീനാണ് GLUT4. എല്ലാം തന്നിരിക്കുന്ന എല്ലാം കെമിക്കലി പ്രോട്ടീനാണ്. 1, 2, 3, 4, 5, 6. അപ്പോൾ ഓപ്ഷൻസ് 2 ആണ് കറക്റ്റ്. 6 എണ്ണവും കെമിക്കലി പ്രോട്ടീനാണ്. ഓക്കെ, അടുത്ത 162. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻസ്. സ്റ്റേറ്റ്മെൻറ്റ് എ, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ. തെറ്റാണ്, എക്സെപ്ഷൻ ഉണ്ട്. റൈബോസൈം എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡാണ്, അതും പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഓൾ എൻസൈംസ് എക്സെപ്റ്റ് റൈബോസൈം ഒഴികെയുള്ള എൻസൈമുകൾ മാത്രമേ ഉള്ളൂ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ വല്ല എൻസൈമും പ്രോട്ടീനേഷ്യസ് അല്ല. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ബി, എൻസൈം മേജോർലി എക്സിബിറ്റഡ് ക്വാട്ടർണറി സ്ട്രക്ചർ വിച്ച് ലാക്ക് സെക്കൻഡറി ആൻഡ് പ്രൈമറി സ്ട്രക്ചർ ഇൻ എനി കണ്ടീഷൻസ്. അതും തെറ്റാണ്. എല്ലാ സ്ട്രക്ചറുകളും എൻസൈം കാണിക്കും. പ്രൈമറി സ്ട്രക്ചറുണ്ട്, സെക്കൻഡറി സ്ട്രക്ചറുണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചറുണ്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. 162ൻ്റെ ആൻസർ 1 ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്. അടുത്തത് 163. അസേർഷൻ ഡയറ്ററി പ്രോട്ടീൻസ് ആർ ദ സോഴ്സ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്. കറക്റ്റാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് ആഹാരത്തിലൂടെ കിട്ടുന്നതാണ്. ഡയറ്ററി പ്രോട്ടീനാണ് അതിൻ്റെ പ്രധാന സോഴ്സ്. കറക്റ്റാണ്. റീസൺ, എ പ്രോട്ടീൻ ഈസ് എ ഹോമോപോളിമർ ഹാവിങ് എബൌട്ട് 20 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്. എപ്പോഴും പ്രോട്ടീൻ ഹെറ്ററോ പോളിമർ ആണ്, നോട്ട് എ ഹോമോപോളിമർ. പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോ പോളിമർ ആണ് ഓഫ് ലീനിയർ ചെയിൻ ഫോമിഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. മോർ ദാൻ 1 അമിനോ ആസിഡ്സ്, ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡ് ലിങ്ക് ചെയ്യും. അതുകൊണ്ട് ഹെറ്ററോ പോളിമർ ആണ്. അപ്പം 163ൻ്റെ ആൻസർ 3 ആണ്. അസേർഷൻ കറക്റ്റാണ്, റീസൺ ഇൻകറക്റ്റ് ആണ്. 164. അഡൽട്ട് ഹീമോഗ്ലോബിൻ ഷോസ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഹീമോഗ്ലോബിൻ ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉണ്ട്. സെൻട്രൽ അയോണും ഉണ്ട്. അതുകൊണ്ട് മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻസ്, ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ്സ് ചെയിൻസ് ഉണ്ട്. അത് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എക്സാമ്പിളാണ്. 164ൻ്റെ ആൻസർ 4 ആണ്. 165. 2 അമിനോ ആസിഡ്സ് ആർ കണക്റ്റഡ് ബൈ, 2 അമിനോ ആസിഡ്സുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടാണ്. നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും തമ്മിലുള്ളതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പം അമിനോ ആസിഡ് കണക്ട് ചെയ്യുന്ന പെപ്റ്റൈഡ് ബോണ്ടാണ്. ആൻസർ 3 ആണ് കറക്റ്റ്. അടുത്ത 166. ചൂസ് ദ കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കണം. നേച്ചർ അമിനോ ആസിഡ്സ്. അസിഡിക് വാലിൻ തെറ്റാണ്. ബേസിക് ലൈസിൻ അതാണ് കറക്റ്റ്. ന്യൂട്രൽ ഗ്ലൂട്ടാമിക് ആസിഡ് തെറ്റാണ്. ആരോമാറ്റിക് ലൈസിൻ തെറ്റാണ്. കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത് 2 ആണ്. ബേസിക് അമിനോ ആസിഡാണ് ലൈസിനാണ് ബേസിക് അമിനോ ആസിഡ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അസിഡിക് അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡാണ്. എഗ്ലൂ എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുക. അതുപോലെ ന്യൂട്രൽ അമിനോ ആസിഡ് NV വാലിനാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ BL ആണ് ബേസിക് അമിനോ ആസിഡിൻ്റെ കോഡ്. കറക്റ്റ്. ബേസിക് നേച്ചറാണ്, ലൈസിൻ എക്സാമ്പിളാണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ റിപ്പോർട്ടഡ് ഇൻ ഫാമിറ്റിക് ആസിഡ്. ഫാമിറ്റിക് ആസിഡിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ്. ഫാമിറ്റിക് ആസിഡ് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അതിനകത്ത് കാർബോക്സിൽ ഗ്രൂപ്പിലെ കാർബണേയും പരിഗണിക്കണം. അപ്പോൾ 60 കാർബൺ തന്നെയാണ്. 60 കാർബൺ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് എമോങ് ദി ഫോളോയിങ് ഈസ് എ നൈട്രജൻ ബേസ് ഇൻ RNA ആൻഡ് നോട്ട് പ്രസൻസ് ഇൻ DNA. DNA കാണാത്തതും RNAയിൽ കാണുന്നതുമായ നൈട്രജൻ ബേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് യുറാസിലാണ്. 168ൻ്റെ ആൻസർ 2 ആണ്. DNA തൈമിനുണ്ട്. RNAയിൽ വരുമ്പോൾ തൈമിന് പകരം യുറാസിൽ എന്ന് പറയുന്ന പിരമിഡിൻസാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യുറാസിലാണ് ആൻസർ. 169ാമത്തെ ക്വസ്റ്റ്യൻ. NAD ആൻഡ് NADP കണ്ടെയ്ൻ ദ വൈറ്റമിൻ. ഏത് വൈറ്റമിനാണുള്ളത്? നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിനാണ്. NAD നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോറ്റൈഡ് ആൻഡ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റ്. ഇത് രണ്ടും കോ എൻസൈം എന്ന് പറയുന്ന കോഫാക്ടറാണ്. കോഫാക്ടർ 3 ടൈപ്പ് ഉണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പുണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്, കോ എൻസൈം ഉണ്ട്. അതിൽ കോ എൻസൈം ആയിട്ട് വരുന്ന കോഫാക്ടറാണ് NAD NADP. അതിനകത്ത് നിയാസിനാണുള്ളത്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. എ ക്രിവിസസ് ഓർ പോക്കറ്റ്സ് ഓഫ് ആൻ എൻസൈം ഇൻ ടു വിച്ച് ദ സബ്സ്ട്രേറ്റ് ഫിറ്റ്സ് ഇൻ ആൻ. അതായത് എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്കാണ് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന ആ കുഴിയ ക്രിവിസസ് ഓർ പോക്കറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് സൈറ്റ്. 170ൻ്റെ ആൻസർ 3 ആണ്. ആക്റ്റീവ് സൈറ്റ്. 171. മാച്ച് കോളം 1 and 2 മാച്ച് ദ കോളം ആണ്.
അപ്പോൾ സ്കെലിറ്റൽ മസിൽസ് സിൻസീഷ്യം എന്ന് പഠിച്ചിട്ടുണ്ട്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, കറക്റ്റ്. A2. B സ്മൂത്ത് മസിൽസ് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, അതുപോലെ കാർഡിയാക് മസിൽസും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ് ആൻഡ് ബ്രാഞ്ചഡ് ആണ്. അപ്പം ഓപ്ഷൻ A സ്കെലിറ്റൽ മസിൽസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്, സ്മൂത്ത് മസിൽസ് യൂണി ന്യൂക്ലിയേറ്റഡ്, കാർഡിയാക് മസിൽസ് യൂണി ന്യൂക്ലിയേറ്റഡ് ആൻഡ് ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ 171 ആൻസർ രണ്ടാണ്. നെക്സ്റ്റ് 172. Read the following given statement and choosing the correct option with respect to the chemical analysis of living tissues. Living tissues-നകത്ത് retinate is the acid soluble fractional acid insoluble fractionsനകത്താണ് retinate കിട്ടുന്നത്. അതുപോലെ filtrate കിട്ടുന്നതാണ് acid soluble fraction. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് retinate is the acid soluble fraction തെറ്റാണ്. ഫിൽട്രേറ്റ് ഈസ് ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ, അതും തെറ്റാണ്. അപ്പോൾ 172 ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. 173 മാച്ച് ദ ഫോളം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം ലൈനിങ് ഓഫ് ഡക്റ്റ് ഓഫ് ഗ്ലാൻസിൻ്റെ ലൈനിങ്ങിൽ കാണും. സീലിയേറ്റഡ് എപ്പിത്തീലിയം ഇന്നർ സർഫസ് ഓഫ് ഫാലോപ്പിയൻ ട്യൂബ് B2 A4. C കോളുമിനാർ എപ്പിത്തീലിയം ന്യൂക്ലിയർ ലൊക്കേറ്റഡ് ദ ബേസിലാണ് ന്യൂക്ലിയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്കോമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ലങ്സിൻ്റെ ആൽവിയോളയിലാണ് കാണുന്നത്, ലങ്സ് ആൽവിയോളെ. അപ്പോൾ D3 ഇൻ്റർകലേറ്റഡ് ഡിസ്ക് കാർഡിയാക് മസിൽ ഫൈബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. 173 ആൻസർ ഓപ്ഷൻ 1 ആണ്, ഓപ്ഷൻ 1. 174 ആവറേജ് കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് പെർസെൻറ്റേജ് ഇൻ ടോട്ടൽ സെല്ലുലാർ മാസീസ്, മൊത്തത്തിലുള്ള സെല്ലുലാർ മാസിലുള്ള ആവറേജ് കെമിക്കൽ കോമ്പോസിഷൻ ആ ടേബിളിൽ നിന്ന് എപ്പോഴും ചോദിക്കും, അതിൻ്റെ ഓർഡർ ചോദിക്കും. ഏറ്റവും കൂടുതലുള്ളത് വാട്ടർ, അത് കഴിഞ്ഞ് പ്രോട്ടീൻ, അത് കഴിഞ്ഞ് ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ ആ ഓർഡർ പഠിച്ച് വയ്ക്കുക. അതുപോലെ ആ പെർസെൻറ്റേജും ഓർത്തിരിക്കണം. ആവറേജ് കോമ്പോസിഷൻ ന്യൂക്ലിക് ആസിഡ് 5 to 7% ആണ്. അപ്പോൾ 174 ആൻസർ 2 ആണ്, 5 to 7% ആണ്. 10 to 15% എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, 70 to 19% എന്ന് പറയുന്നത് വാട്ടറാണ്. കാർബോഹൈഡ്രേറ്റ് ആണ് 3% വരുന്നത്, അയോൺസ് വരുമ്പോൾ 1% ആണ്. ആ ഓർഡറും കൂടി ഓർത്തിരിക്കണം. ആൻസർ 2 ആണ് 174. 175 മോണോമർ ഓഫ് ഗ്ലൈക്കോജൻ്റെ മോണോമർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൈക്കോജൻസിൻ്റെയും സ്റ്റാർച്ചിൻ്റെയൊക്കെ മോണോമർ ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. 176 ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. സ്പിൻഡിൽ ഷേപ്പ്ഡ് മസിൽ ഫൈബർ, യൂണിന്യൂക്ലിയേറ്റഡ് ഇൻവോളണ്ടറി ഓർ സ്പിൻഡിൽ എന്ന് പറയുമ്പോൾ ഫ്യൂസിഫോം ഷേപ്പ്ഡ് എന്ന് പറയും, അല്ലെങ്കിൽ ടാപ്പറിങ് അറ്റ് ബോത്ത് എൻഡ്. ദേ ആർ അബൻഡൻ്റ്ലി റിപ്പോർട്ടഡ് ഇൻ ഐറിസ് ഓഫ് ഐ, കണ്ണിൻ്റെ ഐറിസ് മസിൽസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് മസ്കുലാർ ടിഷ്യൂസ് എക്സിബിറ്റ് ഗിവൻ ഫീച്ചേഴ്സ്. ഈ ഗിവൻ ഫീച്ചർ കാണിക്കുന്നത് സ്മൂത്ത് മസിൽസാണ്. സ്മൂത്ത് മസിൽസുകളുടെ പ്രത്യേകതയാണ് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, അത് ഇൻവോളണ്ടറി ആണ്. അതുപോലെ ടാപ്പറിങ് അറ്റ് ബോത്ത് എൻഡ്, അല്ലെങ്കിൽ ഫ്യൂസിഫോം ഷേപ്പ് ഓർ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയും. അതുപോലെ നോൺ സ്ട്രേറ്റഡ് ആണ്, സ്ട്രേഷൻസിൽ, അല്ലെങ്കിൽ അൺസ്ട്രൈപ്ഡ് എന്നും പറയും, അൺസ്ട്രൈപ്ഡ് ആയിട്ടുള്ള. അത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. 177 സെലക്ട് ദി ഇൻകറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്റ്റ് ടു സെക്കൻഡറി മെറ്റബോളൈറ്റ്സുമായിട്ട് സംബന്ധിച്ച് ഇൻകറക്റ്റായ മാച്ച് കണ്ടുപിടിക്കണം. പോളിമെറിക് സബ്സ്റ്റൻസ് റബ്ബർ സെല്ലുലോസിസ് ശരിയാണ്. എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സിലാണ് ലെമൺ ഗ്രാസ് ഓയിൽ വരുന്നത്. ആൽക്കലോയിഡ്സിനകത്ത് മോർഫീൻ, കൊഡീൻ വരും. പിഗ്മെൻറ്റ്സിനകത്ത് ആന്തോസയാനിൻ വരും. ഡൈട്രപ്പീൻ അല്ല വരുന്നത്, ആന്തോസയാനിൻ ആണ് പിഗ്മെൻറ്റ്സിനകത്ത് വരുന്നത്. ടർപ്പിനോയിഡ്സിലാണ്. അപ്പം 177 ആൻസർ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. The exoskeleton of arthropod is made up of biomacromolecule which is a polymer of chitin എന്ന് പറയുന്ന ബയോമാക്രോമോളിക്യൂൾസ് കൊണ്ടാണ് ഫംഗസിൻ്റെ ബോഡിയും സെൽവാളും അതുപോലെ ആർത്രോപോഡ്സിൻ്റെ എക്സോസ്കെലറ്റൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും കൈറ്റിൻ ഈസ് കെമിക്കലി N-അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ ആണ്. ഓപ്ഷൻ 2 ആണ്. ഗ്ലൂക്കോസ് അമീൻ ആണ്, N-അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ. അമിനോ ഷുഗർ. അപ്പോൾ അത് ഓപ്ഷൻ 2 ആണ് ആൻസർ. 178 179 അസേർഷൻ സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് ഈസ് ബ്ലൂ ഇൻ കളർ. സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് ബ്ലൂ ഇൻ കളറാണ്, ശരിയാണ്, കറക്റ്റാണ്. ആൻഡ് സ്റ്റാർച്ച് ഫോം ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ, കറക്റ്റാണ്. അങ്ങനെ സെക്കൻഡറി ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ സെക്കൻഡറി ഹെലിക്കൽ സ്ട്രക്ചറിൽ സ്റ്റാർച്ചിനകത്തേക്ക് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ അത് ഹോൾഡ് ചെയ്തിട്ട് ബ്ലൂ കളർ ഉണ്ടാകുന്നത്. അപ്പോൾ ബോത്ത് അസേർഷൻ റീസണും കറക്റ്റാണ്. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓപ്ഷൻ 1 ആണ്
കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 180ാമത്തെ ക്വസ്റ്റ്യൻ. DNA ആൻഡ് RNA ആർ ന്യൂക്ലിക് ആസിഡ്. കറക്റ്റ് ആണ്. DNAയും RNAയും ന്യൂക്ലിക് ആസിഡാണ്. ശരിയാണ്. റീസൺ aspartic acid is the basic amino acids. aspartic acid is the basic amino acid അല്ല. ബേസിക് അമിനോ ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈസിനാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. അപ്പം അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫാൾസ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. Okay.